ഹലോ. ഹലോ. ഗുഡ് ഈവനിങ്. എല്ലാരും എത്തിയോ? എല്ലാരും എത്തിയോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സ്ലൈഡ് കാണുന്നുണ്ടല്ലോ അല്ലെ? ഹലോ. ഓക്കെ. നമുക്ക് തുടങ്ങാം അല്ലെ? ഓക്കെ. അപ്പോ ഞാൻ നിങ്ങൾക്ക് സെൽ ബയോളജിയിലുള്ള സെൽ മെംബ്രെയിൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. സോ ആരോ മൈക്ക് ഓൺ ആണോ അതോ സംസാരിക്കുകയാണോ? ഓക്കെ അല്ലേ? സ്റ്റാർട്ട് കണ്ടിന്യൂ ചെയ്യുന്നേ. മൈക്ക് ഓൺ ആണെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പോ നമ്മള് മെംബ്രെയിൻസ് അല്ലെ, പ്ലാസ്മ മെംബ്രെയിൻസിനെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ മെംബ്രെയിൻസിന്റെ സ്ട്രക്ചർ, മെയിൻലി അതിന്റെ കോമ്പോസിഷൻ, അതുപോലെ തന്നെ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി, മെംബ്രെയിനിലെ പ്രോട്ടീനുകൾ, മെംബ്രെയിൻ ലിപ്പിഡുകൾ, അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്നുള്ള കുറച്ച് ചെറിയൊരു കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ചെറിയൊരു ടോപ്പിക്കാണ്. സോ നമുക്ക് ഈ പറയുന്ന മെംബ്രെയിൻ അകത്തുനിന്ന് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. സോ 2025 ജൂണ് ക്വസ്റ്റ്യൻസ് നമ്മളിപ്പം പറയുന്നില്ല, ജസ്റ്റ് ആ ഒരു ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഏരിയാസ് വന്നിട്ടുണ്ട്, ഏതൊക്കെ പാറ്റേൺ ആണെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഒരു 2, 3, 4, 5 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമുക്ക് ആ പോർഷൻസ് പറഞ്ഞ് ആ ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. സോ ജസ്റ്റ് ക്വസ്റ്റ്യൻസിനെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. 2025 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. സോ മെയിൻലി നമ്മുടെ മെംബ്രെയിൻസിനകത്തുള്ള ലിപ്പിഡ്സും അതിനകത്ത് വരുന്ന കോമ്പൗണ്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റീനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ഫ്ലൂയിഡിറ്റിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2024 ജൂൺ എക്സാമിന് ഷിഫ്റ്റ് 1 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ സെയിം നമ്മുടെ ലിപ്പിഡ്സിന്റെ ഓക്സിഡേഷൻ, ഓക്കെ, മെംബ്രെയിൻസിനകത്തുള്ള ലിപ്പിഡ്സിന്റെ ഓക്സിഡേഷനിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോസസ്സുകൾ, ആ റിയാക്ഷന്റെ സ്റ്റെപ്പുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ അസെൻഡിങ് ഓർഡറിൽ ആ സ്റ്റെപ്പുകൾ അറേഞ്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. പിന്നുള്ളൊരു ഇതും 2024 ജൂൺ എക്സാമിന് ചോദിച്ച ഷിഫ്റ്റ് 2 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ മെംബ്രെയിൻസിന്റെ കുറച്ച് ഫീച്ചേഴ്സ് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് 2023 ഡിസംബർ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സോ അതിന്റെ മെംബ്രെയിൻസിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ഇൻകറക്റ്റ് ആയി തന്നിട്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി 2020 ചോദിച്ച മെംബ്രെയിൻ അകത്തുള്ള ലിപ്പിഡ് ഡ്രാഫ്റ്റുകൾ ഉണ്ട്, അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ നമ്മുടെ
മെംബ്രെയിൻസിനകത്ത് കാണുന്ന മെംബ്രെയിൻ ലിപ്പിഡ്സിന്റെ ബേസ് ചെയ്തിട്ട് അതിന് സ്റ്റീറോൾസിന്റെ മോസ്റ്റ് അബണ്ടന്റ് ആയിട്ട് കാണുന്ന കോമ്പൗണ്ടുകൾ വെച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ജസ്റ്റ് ആ പാറ്റേണും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. ഇത് ഡിസീസുമായിട്ട് അതിന്റെ മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിഫക്റ്റ് വരുന്ന കണ്ടീഷനിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ഇനി ടോപ്പിക്കിലോട്ട് പോവാം. ഓക്കെ, നമ്മുടെ മെംബ്രെയിൻ അല്ലെ. മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ എന്താ നമ്മുടെ മൈൻഡിൽ ആദ്യം വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഒരു ബൗണ്ടറി അല്ലെ, ഒരു സെല്ലിനെ സറൗണ്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ബൗണ്ടറി. അതായത് ഒരു ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് കാണുന്ന തിന്നായിട്ടുള്ള ഫ്രജൈൽ ആയിട്ടുള്ള ഒരു 5 to 10 നാനോമീറ്റർ വൈഡിൽ കാണപ്പെടുന്ന സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെംബ്രെയിൻസ്, പ്ലാസ്മ മെംബ്രെയിനിൽ സെൽ മെംബ്രെയിൻസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ ആ ലൈറ്റ് മൈക്രോസ്കോപ്പ് ഒക്കെ ഉള്ള കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് ആക്ച്വലി ഈ പറയുന്ന മെംബ്രെയിൻസിനെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇത് വളരെ തിന്നാണ് നമ്മൾ പറഞ്ഞല്ലോ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ലൈറ്റ് മൈക്രോസ്കോപ്പ് ഒക്കെ വെച്ചിട്ട് ഇത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളൊക്കെ ഇൻവെന്റ് ചെയ്ത ശേഷമാണ് എന്ത് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ മെംബ്രെയിൻസിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കൂടുതൽ സ്റ്റഡീസ് നടക്കുകയും അതിന്റെ ഫ്ലൂയിഡിറ്റി ബേസ് ആയിട്ടുള്ള, അതുപോലെ തന്നെ മെംബ്രെയിൻസിന്റെ കോമ്പോസിഷൻ, അതിന്റെ സ്ട്രക്ചർ ബേസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ JD റോബർട്ട്സൺ പോർട്രേറ്റ് ചെയ്തിട്ടുള്ള പ്ലാസ്മ മെംബ്രെയിന്റെ 3 ലെയേർഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിന്റെ ഇമേജ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ട്രൈലാമിനർ സ്ട്രക്ചർ ആയിട്ടാണ് നമ്മുടെ എറിത്രോസൈറ്റ് മെംബ്രെയിൻസിന് അതിന്റെ യുറേനിയം അതുപോലെ തന്നെ ലെഡ് വെച്ചിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന സ്റ്റെയിനിങ് കൊടുത്തിട്ടാണ് അതിനെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിന് ശേഷമാണ് ഫർദർ ആയിട്ടുള്ള നമ്മളിപ്പോ പറഞ്ഞല്ലോ കുറെ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ആക്ച്വലി പ്രപ്പോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ മെംബ്രെയിൻസ് എന്ന് പറയുന്നത് എന്താണ്, ഡൈനാമിക് സ്ട്രക്ചേഴ്സ് ആണ്. ഓക്കെ, മെംബ്രെയിൻസ് എന്ന് പറയുന്നത് എന്താണ്, ഡൈനാമിക് ആയിട്ടുള്ള ഒരു നേച്ചർ ഉണ്ട് മെംബ്രെയിൻസിന്. എന്താ ഡൈനാമിക് നേച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് മെംബ്രെയിൻസ് എന്ന് പറയുന്നത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അല്ലെ, അതായത് ഫ്ലൂയിഡിറ്റി ഉള്ള അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് ഈ പറയുന്ന മെംബ്രെയിൻസ് എന്ന് പറയുന്നത്. ഈസിലി അതിൽ നിന്ന് ഇപ്പോ ഒരു ബഡ് പോലെ ബഡായിട്ട് മാറാനും അതിന് ഫ്യൂസ് ചെയ്യാനും ഒക്കെ പറ്റും. അതിനെയാണ് ഒരു ഡൈനാമിക് നേച്ചർ എന്ന് പറയുന്നത്. അത് ഫ്ലെക്സിബിൾ ആണ്, അതിനൊരു ഫ്ലൂയിഡ് നേച്ചർ ഉണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമ്മള് മെംബ്രെയിൻസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡൈനാമിക് നേച്ചർ ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. മെംബ്രെയിൻസിനകത്ത് കാണപ്പെടുന്ന 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസ് ആണ് ലിപ്പിഡ്സും പ്രോട്ടീനുകളും. ഓക്കെ, അപ്പം മെയിൻലി നമ്മൾ ഈ ടോപ്പിക്കിൽ ഇനി കേൾക്കാൻ പോകുന്ന ആൾക്കാരാണ് ഈ പറയുന്ന മെംബ്രെയിൻ ലിപ്പിഡുകളും മെംബ്രെയിൻ പ്രോട്ടീനുകളും ഒക്കെ. സോ ഓർത്തിരിക്കുക, മെംബ്രെയിൻസിനകത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 മെയിൻ കോൺസ്റ്റിറ്റ്യുവന്റ് ആണ്, ഒന്ന് ലിപ്പിഡ്സും അതുപോലെ തന്നെ പ്രോട്ടീനുകളും. നിങ്ങൾക്ക് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ മെംബ്രെയിൻസിന്റെ ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ആണ്. ഒരു ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലിന്റെ ഒരു 3D ഇമേജ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ അതിനകത്ത് ഇവിടെ 5 നാനോമീറ്റർ തിക്നെസ്സിൽ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ട് ഒരു ലിപ്പിഡ് ബൈ ലെയർ അല്ലെ, അതായത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് 5 നാനോമീറ്റർ തിക്നെസ്സിലുള്ള ഒരു ഡബിൾ ലെയറിലാണ് ഈ പറയുന്ന ലിപ്പിഡുകൾ എന്ത് ചെയ്തിട്ടുള്ളത്, അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ലിപ്പിഡുകളാണ് ആക്ച്വലി ഒരു ലിപ്പിഡ് ബൈ ലെയർ ആണ് ആക്ച്വലി നമ്മുടെ മെംബ്രെയിന് ഒരു ഫ്ലൂയിഡ് സ്ട്രക്ചർ, ഒരു ഫ്ലൂയിഡിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്, നമ്മുടെ ഈ പറയുന്ന ലിപ്പിഡ് ബൈ ലെയേഴ്സ് ആണ് അതിനൊരു ഫ്ലൂയിഡ് നേച്ചർ കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് കാണാം അവിടെ ഇവിടെ ആയിട്ട് ഒരു ഗ്രീൻ കളറിലുള്ള മോളിക്യൂൾസ് അല്ലെ, ഈ ഗ്രീൻ കളറിലുള്ള മോളിക്യൂൾസ് ആണ് എന്ത്, നമ്മുടെ പ്രോട്ടീനുകൾ എന്ന് പറയുന്നത്. മെംബ്രെയിനില് ലിപ്പിഡ് ബൈ ലെയേഴ്സിനെ സ്പാൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഇന്റർകലേറ്റ് ബിറ്റ്വീൻ ആയിട്ട് കാണുന്ന മോളിക്യൂൾസ് ആണ് നമ്മുടെ മെംബ്രെയിൻ പ്രോട്ടീനുകൾ എന്ന് പറയുന്നത്. ഈ മെംബ്രെയിൻ പ്രോട്ടീന്റെ മെയിൻ റോള് എന്ന് വെച്ചാൽ നമ്മുടെ മെംബ്രെയിന്റെ ഫങ്ഷൻസിനെ മീഡിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്.
ഓക്കെ, മെംബ്രെയിൻസിന്റെ ഫങ്ഷൻസിനെ മീഡിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന മെംബ്രെയിൻ പ്രോട്ടീനുകളുടെ മെയിൻ റോൾ എന്ന് പറയുന്നത്. സോ ഈ ലിപ്പിഡ് ബൈലെയറും ഇതുപോലുള്ള അതിനെ സ്പാൻ ചെയ്തിട്ടുള്ള മെംബ്രെയിൻ പ്രോട്ടീനുകളും ഓവറോൾ ചേർന്നതാണ് നമ്മുടെ ഒരു മെംബ്രെയിൻ, സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. സോ ഈ മെംബ്രെയിനകത്ത് ഈ പറയുന്ന പ്രോട്ടീനുകളും അതുപോലെ തന്നെ ലിപ്പിഡുകളും തമ്മിൽ പരസ്പരം ഇന്ററാക്ട് ചെയ്ത് നിൽക്കുന്നത് നോൺ കോവാലന്റ് ഇന്ററാക്ഷൻസ് വഴിയാണ്. ഓക്കെ, അവരെ തമ്മിൽ പരസ്പരം ഹെൽപ്പ് ചെയ്തിട്ട്, ഓക്കെ, പ്രോട്ടീനും ലിപ്പിഡും ഇടയിൽ അവർക്ക് ഇടയിൽ ഇന്ററാക്ഷൻസ് വേണമല്ലോ. സോ ഹൈഡ്രോഫോബിക്, ഹൈഡ്രജൻ ബോണ്ട് പോലുള്ള നോൺ കോവാലന്റ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് വഴിയാണ് ഇവർ തമ്മിൽ പരസ്പരം എന്ത് ചെയ്തിട്ടുള്ളത്, ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. ലിപ്പിഡ്സിനെയും പ്രോട്ടീനുകളെയും ഒക്കെ തമ്മിൽ പരസ്പരം ഹോൾഡ് ചെയ്ത് വെക്കുന്നത് ഓർത്തിരിക്കാൻ ഇമ്പോർട്ടന്റ് ആണ്. ഹൈഡ്രോഫോബിക് അതുപോലെ തന്നെ ഹൈഡ്രജൻ ഇന്ററാക്ഷൻസ് ആയിട്ടുള്ള നോൺ കോവാലന്റ് ഇന്ററാക്ഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ തമ്മിൽ പരസ്പരം ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മെംബ്രെയിൻസിന്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസുകളാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് മെംബ്രെയിൻസിനെ കുറിച്ച് അതിന്റെ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് മൈൻഡിൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കമ്പാർട്ട്മെന്റലൈസേഷൻ ആണല്ലേ. എന്താ ഈ കമ്പാർട്ട്മെന്റലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ചെറിയ ചെറിയ കമ്പാർട്ട്മെന്റുകൾ ആക്കി തിരിക്കാം. നമ്മുടെ ഇപ്പൊ സെല്ലുകൾ നമുക്കറിയാം, ഒരു സെല്ലിനാന്ന് പറയുന്നത് ഒരു ഓരോരോ കമ്പാർട്ട്മെന്റുകൾ ആക്കി എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ചിട്ടുണ്ട്. അതായത് അതിനൊരു ബൗണ്ടറി, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കമ്പാർട്ട്മെന്റ് എന്ന്. സോ അതിനൊരു അതിന്റെ എക്സ്റ്റേണൽ എൻവയോൺമെന്റിന് ആ ഒരു ഇന്റർഫിയറൻസ് ഇല്ലാതെ ആ ഒരു ഇന്റേണൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് നടക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പാർട്ട്മെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മുടെ മെംബ്രെയിനുകൾ, സെല്ലിനകത്തുള്ള മെംബ്രെയിനുകളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ബയോകെമിക്കൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കഫോൾഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. എന്താ ഈ സ്കഫോൾഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പൊ ഒരു സെൽ എടുക്കുവാണെങ്കിൽ അതിനകത്ത് ഒരുപാടായിട്ടുള്ള ബയോകെമിക്കൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അതിൽ ഒരുപാടായിട്ടുള്ള സബ്സ്റ്റൻസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സബ്സ്റ്റൻസ് മോളിക്യൂൾസുകൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. സോ ഇത്തരത്തിലുള്ള മോളിക്യൂൾസിന് വന്ന് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു അല്ലെങ്കിൽ അറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു സർഫസ് ആയിട്ട്, ഒരു അറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു സർഫസ് ആയിട്ട് അവിടെ ഈ പറയുന്ന മെംബ്രെയിനുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്. അതാണ് സ്കഫോൾഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് വന്ന് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു അറ്റാച്ച്മെന്റ് സർഫസ് ആയിട്ട് അവിടെ മെംബ്രെയിൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെംബ്രെയിൻസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സെലക്ടീവ്ലി പെർമിയബിൾ ആയിട്ടുള്ള ബാരിയർ ആണ്. അതായത് മെംബ്രെയിൻസ് എപ്പോഴും അൺറെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള മോളിക്യൂൾസിന്റെ ഇൻ ആൻഡ് ഔട്ട് ആയിട്ടുള്ള ആ ഒരു എക്സ്ചേഞ്ചിന് എന്ത് ചെയ്യും, അവര് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. എപ്പോഴും സെലക്ടീവ്ലി പെർമിയബിൾ ആയിരിക്കും. ആവശ്യമുള്ള മോളിക്യൂൾസിന് മാത്രമാണ് എന്ത് ചെയ്യുക, മെംബ്രെയിൻസിനെ ക്രോസ് ആയിട്ട് കടത്തി വിടുക. സോ അതുകൊണ്ടാണ് സെലക്ടീവ്ലി പെർമിയബിൾ എന്ന് പറയുന്നത്. ചില സ്പെസിഫിക് ആയിട്ടുള്ള അയോൺസിന്റെ ട്രാൻസ്പോർട്ടിന് മെംബ്രെയിൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുവഴി മെംബ്രെയിൻസിന് എക്രോസ് ആയിട്ട് ഒരു അയോണിക് ഗ്രേഡിയന്റ് ക്രിയേറ്റ് ചെയ്യാനും എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ മറ്റൊരു റോൾ എന്ന് പറയുന്നത് സൊല്യൂട്ടിന്റെ ട്രാൻസ്പോർട്ട് ആണ്. എന്താ ഈ സൊല്യൂട്ട് ട്രാൻസ്പോർട്ട്? സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ, അതായത് സൊല്യൂട്ടും ഒരുപാട് സൊല്യൂട്ടുകൾ ഒരു റീജിയനിൽ നിന്ന് മറ്റൊരു റീജിയൻസിലേക്ക്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ തിരിച്ചൊക്കെ ഈ സൊല്യൂട്ട് മോളിക്യൂൾസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. സോ അതിനു വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ പറയുന്ന മെംബ്രെയിനുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു റോൾ എന്ന് പറയുന്നത് റെസ്പോൺസ് ടു എക്സ്റ്റേണൽ സ്റ്റിമുലൈ ആണ്. അതായത് ഒരുപാട് എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്റ്റിമുലൈസ് അല്ലെങ്കിൽ ലിഗാൻഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ സ്റ്റിമുലൈസിനെ സെൻസ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്, ഒരു റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെ, ഒരു സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ അവിടെ നടക്കുന്നത്. സോ ആ ഒരു സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ നടക്കുന്നതിൽ ആർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്, നമ്മുടെ ഈ പറയുന്ന മെംബ്രെയിൻസിന്, അല്ലെ. ഈ പറയുന്ന സ്റ്റിമുലൈസ് എക്സ്റ്റേണൽ ആയിട്ട് ഉണ്ടാവുന്ന ഒരു സെല്ലിന് എക്സ്റ്റേണൽ ആയിട്ട് ജനറേറ്റ് ചെയ്യുന്ന സ്റ്റിമുലൈസ് എന്ന് പറയുന്ന സെല്ലിനകത്ത് എത്തിയിട്ടാണ് അതിന് കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അവിടെ ജനറേറ്റഡ് ആവുന്നത്. സോ ആ സ്റ്റിമുലൈസ് അകത്തോട്ട് എത്തണമെങ്കിൽ ഈ പറയുന്ന മെംബ്രെയിൻ ക്രോസ് ചെയ്ത് വരണം, അല്ലെ. സോ ഒന്നെങ്കിൽ ഈസിലി ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ചില മോളിക്യൂൾസ് ആണെങ്കിൽ എന്താ, ഈ പറയുന്ന മെംബ്രെയിൻസിൽ കാണപ്പെടുന്ന റിസപ്റ്റേഴ്സ് വഴിയാണ് ഈ പറയുന്ന ലിഗാൻഡ് മോളിക്യൂൾസ് അല്ലെങ്കിൽ സ്റ്റിമുലൈസ് എന്ത് ചെയ്യുന്നത്, സെല്ലിന്റെ ഉള്ളിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അവിടുന്ന് അത് കൺവേർട്ട് ചെയ്തിട്ട് സിഗ്നൽ ആയിട്ട് ട്രാൻസ്ഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ അതിന്റെ ഡൗൺ
സ്ട്രീം ആയിട്ട് സെല്ലിനകത്ത് ഒരുപാട് ആക്ടിവിറ്റീസും സിഗ്നലിംഗ് ഒക്കെ നടന്നിട്ടാണ് ഒരു റെസ്പോൺസ് അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. സോ ആ ഒരു റെസ്പോൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മെംബ്രെയിൻസിന് എന്തുണ്ട്, ഈ പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സെൽ ടു സെൽ കമ്മ്യൂണിക്കേഷൻ, നെയ്ബറിംഗ് ആയിട്ടുള്ള സെല്ലുകൾ തമ്മിൽ പരസ്പരം എന്ത് ചെയ്യണം, ഒരുപാട് ഇൻഫോർമേഷൻസ് അതുപോലെ തന്നെ ചില സബ്സ്റ്റൻസ് മോളിക്യൂൾസിന്റെ ഒക്കെ ട്രാൻസ്ഫർ നടക്കേണ്ട ആവശ്യമുണ്ട്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഫേവർ ചെയ്ത് കൊടുക്കാനും ആര് യൂസ്ഫുൾ ആണ്, നമ്മുടെ ഈ പറയുന്ന മെംബ്രെയിനുകൾ യൂസ്ഫുൾ ആണ്. പിന്നെ മറ്റൊരു ഫംഗ്ഷൻ ആയിട്ട് പറയാനുള്ളതാണ് എനർജി ട്രാൻസ്ഡക്ഷൻ. എനർജി ട്രാൻസ്ഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ടൈപ്പ് ഓഫ് എനർജി അല്ലെ ഒരു ഫോം ഓഫ് എനർജീനെ മറ്റൊരു ഫോം ഓഫ് എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. സോ ഇപ്പൊ ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഫോട്ടോസിന്തസിസിന്റെ കേസിൽ നമുക്കറിയാം ലൈറ്റ് എനർജീനെ കെമിക്കൽ എനർജി കൺവേർഷൻ നടക്കും അല്ലെ. സോ ആ ലൈറ്റ് എനർജീനെ ആക്ച്വലി അബ്സോർബ് ചെയ്യുന്നത് ഈ മെംബ്രെയിൻസിനകത്ത് ആങ്കർ ചെയ്തിട്ടുള്ള പിഗ്മെന്റുകളാണ്. ഈ പിഗ്മെന്റുകളാണ് അബ്സോർബ് ചെയ്തിട്ട് അതിനെ കെമിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്തിട്ട് കാർബോഹൈഡ്രേറ്റ് ഫോമിൽ സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ ഈ ഫാറ്റിലും കാർബോഹൈഡ്രേറ്റ്സിലൊക്കെ കാണപ്പെടുന്ന കെമിക്കൽ എനർജീനെ ATP ഫോമിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനും നമ്മുടെ ഈ പറയുന്ന മെംബ്രെയിൻസിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളുകൾ ഉണ്ട്. അതിനകത്തുള്ള മെഷീനറീസ് മെംബ്രെയിൻസിലാണ് ഇപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള മെഷീനറീസ് എന്ത് ചെയ്തിട്ടുള്ളത്, ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഓവറോൾ നമ്മുടെ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള റോളുകൾ ഉണ്ട് എന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയാനുള്ളത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ ഇതുവരെ പറഞ്ഞത്? ജസ്റ്റ് നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് മെംബ്രെയിൻസിന്റെ കുറച്ച് കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സും അതിന്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഫങ്ഷൻസ് ഡീറ്റെയിൽ നമുക്ക് ഓരോന്നും പറയുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് എന്താണ് കൺസെപ്റ്റ് എന്നുള്ളത് കത്തിയാൽ മതി. നിങ്ങൾ അങ്ങനെ നമുക്ക് എന്തായിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണല്ലോ. സോ എസ് ആയിട്ടൊന്നും അങ്ങനെ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചിലപ്പോൾ അതിന്റെ ഇത് ഫങ്ഷൻസ് സ്റ്റേറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അതൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ കൊടുത്ത ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഞാൻ അത് എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായത്. സോ അത്രയാണ് ഒരു ഇൻട്രൊഡക്ടറി പാർട്ടിൽ പറയാനുള്ളത്. ഇതുവരെ ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് പാർട്ടിലോട്ട് പോവാലോ. ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ. സോ നമുക്ക് ഇനി നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. സോ നമ്മൾ പറഞ്ഞു മെംബ്രെയിൻസിന്റെ ഒരു മെയിൻ കോൺസ്റ്റിറ്റ്യൂന്റ് ആണ് എന്ത്, ലിപ്പിഡ്സ് എന്ന് പറഞ്ഞു അല്ലെ. സോ ഈ ലിപ്പിഡ്സ് മെംബ്രെയിൻസിനകത്ത് കാണപ്പെടുന്ന ലിപ്പിഡ് ബൈലെയർ ആണ് മെംബ്രെയിൻസിന് വേണ്ട ഒരു സ്ട്രക്ചറൽ ബാക്ക് ബോൺ ആയിട്ട്, അതുപോലെ തന്നെ ഒരു ബാരിയർ ആയിട്ടൊക്കെ, അതായത് നമ്മുടെ റാൻഡം മൂവ്മെന്റ്സ്, ചില മോളിക്യൂൾസിന്റെ റാൻഡം മൂവ്മെന്റ്സ് മെംബ്രെയിൻസിന് അക്രോസ് ആയിട്ടുള്ള ആ ഒരു റാൻഡം മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു ബാരിയർ ആയിട്ടൊക്കെ ഈ പറയുന്ന ലിപ്പിഡ് ബൈലെയേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. സോ മെംബ്രെയിൻസിൽ കാണപ്പെടുന്ന എല്ലാ ലിപ്പിഡ് മോളിക്യൂളുകളും എന്താണ്, ആംഫിഫിലിക് ആണ്. എന്താ ഈ ആംഫിഫിലിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ആ മോളിക്യൂളിന് രണ്ട് പാർട്ട് ഉണ്ടായിരിക്കും. ഒരു ഹൈഡ്രോഫോബിക് പാർട്ടും ഉണ്ടായിരിക്കും, ഒരു ഹൈഡ്രോഫിലിക് പാർട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, എന്താ ഈ ഹൈഡ്രോഫിലിക് പാർട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് വാട്ടർ ലവിങ്, ഹൈഡ്രോ മീൻസ് വാട്ടർ, ഫിലിക് മീൻസ് ലവിങ് എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, സോ എന്താ വാട്ടർ ലവിങ് ആയിട്ടുള്ള ഒരു പാർട്ട്, അല്ലെങ്കിൽ നമ്മൾ അതിനെ പോളാർ എൻഡ് എന്നും കൂടി പറയും. ഓക്കെ, ഹൈഡ്രോഫിലിക് അല്ലെങ്കിൽ ഒരു പോളാർ പോർഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിനെന്താ ഒരു ഹൈഡ്രോഫോബിക് അല്ലെങ്കിൽ വാട്ടർ ഫിയറിങ്, വാട്ടർ ഹേറ്റിംഗ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ നോൺ പോളാർ എൻഡ് എന്നും കൂടി പറയും. ഓക്കെ, അപ്പോൾ ഒരു ഹൈഡ്രോഫിലിക്കും ഹൈഡ്രോഫോബിക്കും പാർട്ടുകൾ ചേർന്നതാണ് നമ്മുടെ ഒരു ലിപ്പിഡ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ആംഫിഫിലിക് എന്നാണ് പറയുന്നത്. സോ മെംബ്രെയിൻസിൽ കാണുന്ന എല്ലാ ലിപ്പിഡ് മോളിക്യൂളുകളും, ഓക്കെ, അത് ഓർത്തിരിക്കുക, എല്ലാ ലിപ്പിഡ് മോളിക്യൂൾസുകളും എന്താണ്, ആംഫിഫിലിക് ആണ്. ഇനി നമ്മള് ക്ലാസസ് ഓഫ് ലിപ്പിഡ്സിലോട്ട് പോവുകയാണെങ്കിൽ മെംബ്രെയിൻസിനകത്ത് മെയിൻലി 3 ഡിഫറെന്റ് ക്ലാസസ് ഓഫ് ലിപ്പിഡ്സ് ആണ് കാണപ്പെടുന്നത്. ഫോസ്ഫോ ഗ്ലിസറൈഡ്സ് ഉണ്ട്, സ്ഫിൻജോ ലിപ്പിഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റീറോൾസ് ഉണ്ട്. സോ മെജോറിറ്റി ഓഫ് ദ ലിപ്പിഡ്സ് എന്ന് പറയുന്നത് ഫോസ്ഫേറ്റുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. സോ അങ്ങനെയുള്ള ലിപ്പിഡുകളെ നമ്മൾ എന്താണ് പറയുന്നത്, ഫോസ്ഫോ ലിപ്പിഡ്സ് എന്ന് പറയും.
ഓക്കെ, ഫോസ്ഫേറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ലിപ്പിഡുകൾ എന്ത് പറയും? ഫോസ്ഫോ ലിപ്പിഡ്സ് എന്ന് പറയും. ഓക്കെ, എല്ലാ ലിപ്പിഡുകളും അല്ല, മെജോറിറ്റി ആണ് പറഞ്ഞത്. ഓക്കെ, മെജോറിറ്റി കേസസിലും എന്താണ് ലിപ്പിഡ്സ് എന്ന് പറയുന്നത്? ഫോസ്ഫോ ലിപ്പിഡുകളാണ്. ഫോസ്ഫേറ്റുമായിട്ട് അറ്റാച്ച് ചെയ്യും. അത് ഏതൊക്കെയാണ് ഈ തന്നിരിക്കുന്ന, ഏതൊക്കെയാണ് ഫോസ്ഫോ ലിപ്പിഡ് അല്ലാത്തത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഓരോന്നും ഡിസ്കസ് ചെയ്യുമ്പോൾ പഠിക്കാം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് എന്താ നമ്മുടെ ഫോസ്ഫോ ഗ്ലിസറൈഡ്സ് നോക്കാം. എന്താ ഫോസ്ഫോ ഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത്? അതായത് മെജോറിറ്റി ഓഫ് മെംബ്രെയിൻസിനകത്ത് കാണപ്പെടുന്ന മോസ്റ്റ് അബണ്ടന്റ് ക്ലാസ് ഓഫ് ഫോസ്ഫോ ലിപ്പിഡ്സ് ആണ് എന്ത്? ഫോസ്ഫോ ഗ്ലിസറൈഡ്. ഇതൊരു ഫോസ്ഫോ ലിപ്പിഡ് ആണ് അല്ലെ, ആ പേരിൽ തന്നെ ഉണ്ട് ഫോസ്ഫോ ഗ്ലിസറൈഡ് ആണ്. സോ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അതിലുണ്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ അതൊരു ഫോസ്ഫോ ലിപ്പിഡ് ആണ്. ഇനി ഇതിന്റെ ബാക്ക് ബോൺ അല്ലെങ്കിൽ അത് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഗ്ലിസറോൾ 3-ഫോസ്ഫേറ്റ് എന്നാണ്. ഗ്ലിസറോൾ 3-ഫോസ്ഫേറ്റ് എന്നാണ് ഈ പറയുന്ന എന്ത് ഫോസ്ഫോ ഗ്ലിസറൈഡ്സ് ഫോം ചെയ്യുന്നത്. എന്താ ഗ്ലിസറോൾ 3-ഫോസ്ഫേറ്റ്? ഗ്ലിസറോൾ എന്ന് പറയുന്നത് ഒരു 3 കാർബൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് നമ്മൾ ഗ്ലിസറോൾ എന്ന് പറയുന്നത്. ഇവിടെ ഒരു റോസ് കളറിൽ നിങ്ങൾക്ക് കാണാം 1 2 3 മാർക്ക് ചെയ്തിട്ട് കാണാം, അതാണ് ഗ്ലിസറോള്. അതിലോട്ട് ഒരു ഫോസ്ഫേറ്റും കൂടി, അതായത് തേർഡ് ഗ്ലിസറോളിന്റെ തേർഡ് കാർബണിൽ ഒരു OH ഗ്രൂപ്പ് ഉണ്ട്. ആ OHലെ എച്ചും നമ്മുടെ ഫോസ്ഫേറ്റിന്റെ OHും കൂടി കമ്പൈൻ ചെയ്തിട്ട് അവിടെ വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് അവർക്കിടയിൽ ഫോസ്ഫേറ്റിനും ഈ പറയുന്ന ഗ്ലിസറോളിന്റെ തേർഡ് കാർബണും ഇടയിൽ ഒരു എസ്റ്റർ ബോണ്ട്, ഓക്കെ, ഒരു എസ്റ്റർ ബോണ്ട് ഫോം ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഗ്ലിസറോൾ 3-ഫോസ്ഫേറ്റ് ഫോം ചെയ്യുന്നത്. ഓർക്കുക, ഗ്ലിസറോളിനും ഫോസ്ഫേറ്റിനും ഗ്ലിസറോളിന്റെ തേർഡ് കാർബണിലുള്ള OHും ഫോസ്ഫേറ്റിന്റെ തേർഡ് കാർബണിലെ എച്ചും ഫോസ്ഫേറ്റിന്റെ OHും തമ്മിൽ അവിടെ വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് അവർക്കിടയിൽ ഒരു എസ്റ്റർ ബോണ്ട് ഫോം ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണ് ഗ്ലിസറോൾ 3-ഫോസ്ഫേറ്റ്. ഇനി ഗ്ലിസറോൾ 3-ഫോസ്ഫേറ്റിലോട്ട് എന്ത് ചെയ്യും? ഫർദർ ആയിട്ടുള്ള ചില സബ്സ്റ്റൻസുകൾ ആഡ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂഷൻസുകൾ നടന്നിട്ടാണ് നമ്മുടെ എന്ത് ഫോസ്ഫോ ഗ്ലിസറൈഡ്സ് ഫോം ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ആ സബ്സ്റ്റിറ്റ്യൂഷൻസ് നോക്കുവാണെങ്കിൽ, ഒന്നാമത്തെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലിസറോൾ 3-ഫോസ്ഫേറ്റിലെ ഫോസ്ഫേറ്റിലോട്ട് എന്ത് ചെയ്യും? ചില ഹെഡ് ഗ്രൂപ്പുകൾ, ഓക്കെ, പോളാർ ഹെഡ് ഗ്രൂപ്പുകൾ എന്ത് ചെയ്യും? എസ്റ്റർ ബോണ്ട് വഴി ലിങ്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗ്ലിസറോൾ 3-ഫോസ്ഫേറ്റിലെ ഫോസ്ഫേറ്റിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പോളാർ ഹെഡ് ഗ്രൂപ്പുകൾ എസ്റ്റർ ബോണ്ട് വഴി ലിങ്ക് ചെയ്യുന്നുണ്ട്. ആ ഹെഡ് ഗ്രൂപ്പുകളെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. പിന്നെ നമ്മുടെ ഗ്ലിസറോളിന്റെ ഫസ്റ്റ് കാർബണിലെ OHലോട്ടും അതുപോലെ തന്നെ സെക്കൻഡ് കാർബണിലെ OHലോട്ടും എന്ത് ചെയ്യും? ഫാറ്റി ആസൈൽ ചെയിൻസ്, ഓക്കെ, ഫാറ്റി ആസിഡ് ബേസ്ഡ് ആയിട്ടുള്ള ചെയിനുകൾ വന്നിട്ട് എന്ത് ചെയ്യും? ജോയിൻ ചെയ്യും. ഓക്കെ, അപ്പൊ അവിടെയും ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ലിങ്കേജ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നമ്മുടെ എസ്റ്റർ ലിങ്കേജ് തന്നെയാണ്. അതായത് ഫാറ്റി ആസിഡ് അസൈൽ ചെയിനും നമ്മുടെ ഗ്ലിസറോളിന്റെ ഫസ്റ്റ് കാർബണും ആയിട്ട് ഉണ്ടാവുന്നത് എസ്റ്റർ ബോണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ഫാറ്റി ആസിഡും നമ്മുടെ ഗ്ലിസറോളിന്റെ സെക്കൻഡ് കാർബണുമായിട്ടും ഫോം ചെയ്യുന്നത് എന്ത് തന്നെയാണ്? എസ്റ്റർ ബോണ്ട് തന്നെയാണ്. ഓക്കെ, സോ ഈ എൻഡയർ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ ഫോസ്ഫോ ഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു ഗ്ലിസറോൾ 3-ഫോസ്ഫേറ്റ് ഉണ്ടായിരിക്കും, 2 ഫാറ്റി ആസിഡ് ഉണ്ടായിരിക്കും, ഒരു പോളാർ ഹെഡ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, എൻഡയർ സ്ട്രക്ചർ ആണ് എന്ത്? ഫോസ്ഫോ ഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫോസ്ഫോ ഗ്ലിസറൈഡ്സിനകത്ത് എത്ര എസ്റ്റർ ബോണ്ടുകൾ ഫോം ചെയ്യുന്നുണ്ടാവും? ഒന്ന് നോക്കിക്കേ, നമ്മളിപ്പോ പറഞ്ഞത് വെച്ചിട്ട് എത്ര എസ്റ്റർ ബോണ്ടുകൾ അവിടെ ജനറേറ്റഡ് ആവുന്നുണ്ട് ഫോസ്ഫോ ഗ്ലിസറൈഡ്സിനകത്ത്? എത്ര എസ്റ്റർ ബോണ്ടുകൾ ജനറേറ്റഡ് ആവുന്നുണ്ട്? ഒന്ന് എല്ലാവരും ചാറ്റ് ബോക്സിൽ ഇട്ടേ. എത്ര എസ്റ്റർ ബോണ്ടുകൾ ജനറേറ്റഡ് ആവുന്നുണ്ട് ഫോസ്ഫോ ഗ്ലിസറൈഡ്സിനകത്ത്? ഒന്ന് നോക്കിക്കേ, നമ്മൾ എവിടെയൊക്കെ എസ്റ്റർ ബോണ്ട് ഫോർമേഷൻ പറഞ്ഞു, എത്ര എണ്ണം ഉണ്ടാവും? പോയോ എല്ലാരും? ആട്ടോ ഒച്ചപ്പാടൊന്നും കേൾക്കുന്നില്ലല്ലോ. നോട്ട് എഴുതുന്ന തിരക്കിലാണെന്ന് തോന്നല്ലോ. എത്ര എസ്റ്റർ ബോണ്ടുകൾ ഉണ്ടാവും? ഒന്ന് നോക്കി നോക്ക്. എവിടെയൊക്കെ നമ്മൾ എസ്റ്റർ ബോണ്ടുകൾ പറഞ്ഞു? എവിടെയൊക്കെ പറഞ്ഞു? എത്ര എസ്റ്റർ ബോണ്ടുകൾ ഉണ്ടാവും? 3 പറഞ്ഞ നമ്മള്? ഒന്നുകൂടെ ഒന്ന് നോക്കി നോക്കി എവിടെയൊക്കെ പറഞ്ഞൂന്ന്. ഒന്നുകൂടെ ഒന്ന് കൂട്ടി നോക്കി നോക്കേ, എത്ര എണ്ണം ഉണ്ടാവും?
ഫോസ്ഫോഗ്ലിസറൈഡ്സിലാണ് പറയുന്നത്. അതായത് ഗ്ലിസറോൾ 3 ഫോസ്ഫേറ്റ്, 2 ഫാറ്റി ആസിഡ്, പിന്നെ ഒരു പോളാർ ഹെഡ് ഗ്രൂപ്പ്. എത്ര എണ്ണം ഉണ്ടാവും? 4 എസ്റ്റർ ബോണ്ടുകൾ ജനറേറ്റഡ് ആവുന്നുണ്ട്. ഓക്കെ, മറക്കരുത്, 4 എസ്റ്റർ ബോണ്ടുകൾ ഫോം ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കൂട്ടാത്തത് ഈ ഗ്ലിസറോളും ഫോസ്ഫേറ്റും തമ്മിലുള്ള എസ്റ്റർ ബോണ്ട് ആയിരിക്കും. ഓക്കെ, അത് മറന്നു പോകരുത്. അതായത് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഗ്ലിസറോളും ഫോസ്ഫേറ്റും തമ്മിലുള്ള എസ്റ്റർ ബോണ്ട്, പിന്നെ ഫോസ്ഫേറ്റും ഹെഡ് ഗ്രൂപ്പും തമ്മിലുള്ള എസ്റ്റർ ബോണ്ട്, പിന്നെ ഗ്ലിസറോളിന്റെ ഫസ്റ്റ് കാർബണും ഫാറ്റി ആസിഡ് ചെയിനും തമ്മിലുള്ള എസ്റ്റർ ബോണ്ട്, പിന്നെ ഗ്ലിസറോളിന്റെ സെക്കൻഡ് കാർബണും ഫാറ്റി ആസിഡും തമ്മിലുള്ള ടോട്ടൽ എത്ര? 4 എസ്റ്റർ ബോണ്ടുകളാണ് ഒരു ഫോസ്ഫോ ഗ്ലിസറൈഡ്സിനകത്ത് ഫോം ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. സോ ഇനി നമ്മൾ പറഞ്ഞു ഹെഡ് ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. സോ ഈ ഹെഡ് ഗ്രൂപ്പിന്റെ നേച്ചർ അനുസരിച്ചിട്ട് നമ്മൾ ഫോസ്ഫോഗ്ലിസറൈഡ്സിനെ ഫെർദർ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്നതാണ് ഫോസ്ഫാറ്റിഡൈൽ കൊളൈൻ PC ഉണ്ട്, ഫോസ്ഫാറ്റിഡൈൽ എത്തനോൾ അമൈൻ PE ഉണ്ട്, ഫോസ്ഫാറ്റിഡൈൽ സെറിൻ ഉണ്ട് PS, ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോള് PI. ഓക്കെ, അപ്പൊ ഓരോന്നും എന്താണ് നോക്കുവാണെങ്കിൽ ഇവിടെ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് വൺ ആണ് ഫോസ്ഫാറ്റിഡൈൽ കൊളൈൻ എന്ന് പറയുന്നത്, ഷോർട്ടായിട്ട് PC എന്നാണ് പറയുന്നത്. അതിന് നമ്മൾ ലെസിത്തിൻ എന്നും കൂടി പറയാറുണ്ട്. പിന്നെ ഇവരുടെ ഹെഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതാണ്? കൊളൈൻ ആണ്. ഓക്കെ, ആ ഹെഡ് ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞല്ലോ, അതിനൊരു ഹെഡ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ആ ഹെഡ് ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോസ്ഫാറ്റിഡൈൽ കൊളൈന്റെ കേസിൽ അതിന്റെ ഹെഡ് ഗ്രൂപ്പ് എന്താണ്? കൊളൈൻ ആണ്. ഓക്കെ, എല്ലാ കേസസിലും അതിന്റെ ആ പേരിൽ തന്നെ അതിന്റെ ഹെഡ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഫോസ്ഫാറ്റിഡൈൽ കൊളൈന്റെ കേസിൽ അതിന്റെ ഹെഡ് ഗ്രൂപ്പ് എന്താണ്? കൊളൈൻ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഫോസ്ഫാറ്റിഡൈൽ കൊളൈൻ PC ഇവിടെ വരച്ചിട്ടുണ്ട്. സോ അതിൽ നോക്കുവാണെങ്കിൽ അതൊരു 5 കാർബൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ആൽക്കഹോൾ ആണ്. ഇവിടെ നൈട്രജനിൽ ഒരു പ്ലസ് ചാർജ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. സോ 5 കാർബൺ ഉണ്ട്. ഇതാണ് ഇവിടുത്തത് ഒരു കാർബൺ, രണ്ടാമത്തെ കാർബൺ, പിന്നെ ഇതിലോട്ട് ബ്രാഞ്ചിൽ ഇതിൽ വരുന്ന CH3, അങ്ങനെ 3 + 2 5 കാർബൺ ആണ് ഉള്ളത്. പിന്നെ ഇതിലോട്ട് OH ഉണ്ടായിരിക്കും. അതിൽ എച്ചും ഫോസ്ഫേറ്റിന്റെ OHും കൂടിയാണ് അവിടെ എസ്റ്റർ ബോണ്ട് ഫോർമേഷനിൽ ഇൻവോൾവ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ആൽക്കഹോൾ ആണ് എന്ന് പറയുന്നത്. സോ ന്യൂട്രൽ PHൽ കണ്ടീഷനിൽ ഈ പറയുന്ന ഫോസ്ഫാറ്റിഡൈൽ കൊളൈൻ എന്ന് പറയുന്നത് അതിന്റെ നെറ്റ് ചാർജ് എന്താണ്? 0 ആയിരിക്കും. ഓക്കെ, അതിനൊരു നെറ്റ് ചാർജ് ഉണ്ടാവില്ല. കാരണം എന്താണ്? ഇവിടെ ഫോസ്ഫേറ്റിന് എന്തുണ്ട്? ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇവിടെ കൊളൈന് ഹെഡ് ഗ്രൂപ്പിന് എന്തുണ്ട്? ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. സോ അത് ഈക്വലൈസ് പോയിട്ട് അതിനൊരു നെറ്റ് ചാർജ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്രൽ PHലാണ്. ന്യൂട്രൽ PHൽ ഫോസ്ഫാറ്റിഡൈൽ കൊളൈന്റെ നെറ്റ് ചാർജ് എന്താണ്? 0 ആണ്. സോ നെറ്റ് ചാർജ് ഇല്ല, നോൺ നെറ്റ് ചാർജ് ആണ് ഫോസ്ഫാറ്റിഡൈൽ കൊളൈന്. ഇനി നമ്മുടെ രണ്ടാമത്തെ ഫോസ്ഫോഗ്ലിസറൈഡ് ആണ് ഫോസ്ഫാറ്റിഡൈൽ എത്തനോളമൈൻ എന്ന് പറയുന്നത്. അത് നമ്മൾ സെഫാലിൻ എന്നും കൂടി പറയാറുണ്ട്. കോമൺ നെയിം ഒന്ന് ഓർത്തിരിക്കുക. എത്തനോളമൈൻ ആണ് അതിന്റെ ഹെഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എത്തനോളമൈന്റെ കേസ് നോക്കുവാണെങ്കിൽ ഇതാണ് ഫോസ്ഫാറ്റിഡൈൽ എത്തനോളമൈൻ. എത്തനോളമൈന്റെ സ്ട്രക്ചർ കാണിച്ചിട്ടുണ്ട്. അതൊരു 2 കാർബൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ആൽക്കഹോൾ ആണ് ഫോസ്ഫാറ്റിഡൈൽ എത്തനോളമൈൻ എന്ന് പറയുന്നത്. സോ അതിന്റെ ചാർജ് എങ്ങനെയായിരിക്കും? ഫോസ്ഫാറ്റിഡൈൽ എത്തനോളമൈൻ ന്യൂട്രൽ PHൽ എന്തായിരിക്കും ചാർജ് ഉണ്ടാവുക? ഫോസ്ഫാറ്റിഡൈൽ കൊളൈൻ നമ്മൾ പറഞ്ഞു 0 ആണ്. ഫോസ്ഫാറ്റിഡൈൽ എത്തനോളമൈൻ എങ്ങനെയായിരിക്കും ചാർജ്? എന്തായിരിക്കും ന്യൂട്രൽ PHൽ ഫോസ്ഫാറ്റിഡൈൽ എത്തനോളമൈന്റെ ചാർജ്? ഓർക്കുക, ഹെഡ് ഗ്രൂപ്പ് ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ആൽക്കഹോൾ ആണ്. സോ അത് വെച്ചിട്ട് ഫോസ്ഫാറ്റിഡൈൽ എത്തനോളമൈൻ നെറ്റ് ചാർജ് ന്യൂട്രൽ PHൽ എങ്ങനെയായിരിക്കും? ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടോ. എങ്ങനെയായിരിക്കും? എന്തായിരിക്കും നെറ്റ് ചാർജ്? നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യാട്ടോ, അപ്പോഴല്ലേ എനിക്ക് നിങ്ങൾ കേൾക്കുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ തിരിയുള്ളൂ. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, എന്താണ് പോസിറ്റീവ് ആണോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഫോസ്ഫോകൊളൈൻ പറഞ്ഞ സെയിം കണ്ടീഷൻ തന്നെയാണ് എന്ത് ഇവിടെ ഫോസ്ഫാറ്റിഡൈൽ എത്തനോളമൈനും വരുന്നത്. അതിന്റെ ഹെഡ് ഗ്രൂപ്പിന് ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഈ പറയുന്ന ഫോസ്ഫാറ്റിഡൈൽ
എത്തനോളമൈൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഫോസ്ഫേറ്റിന് ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടായിരിക്കില്ലേ? ഈ സെയിം സ്ട്രക്ചർ എല്ലാത്തിലും ലിങ്ക്ഡ് ആയിരിക്കും കേട്ടോ. നമ്മളിവിടെ ഹെഡ് ഗ്രൂപ്പ് മാത്രമാണ് ഇവിടെ ഓരോന്നിൽ കാണിച്ചിട്ടുള്ളത്. ഫോസ്ഫാറ്റിഡൈൽ എത്തനോളമൈൻ എന്ന് പറയുന്നത് ഈ റിമൈനിങ് ആയിട്ടുള്ള ഈ പോർഷനും കൂടി ചേർന്നതാണ്. ഓക്കെ, നമുക്കറിയാലോ ഗ്ലിസറോൾ 3 ഫോസ്ഫേറ്റ് ഉണ്ടായിരിക്കും, 2 ഫാറ്റി ആസിഡ് ചെയിനും ഹെഡ് ഗ്രൂപ്പും ചേർന്നതാണ്. പക്ഷെ നമ്മൾ ഒന്നിന്റെ മാത്രമാണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് വരച്ചിട്ടുള്ളൂ. ഈ ഒരു ഫസ്റ്റത്തെ ഈ ഒരു പോർഷനിൽ കാണുന്ന ഈ സ്ട്രക്ചർ എല്ലാ ഹെഡ് ഗ്രൂപ്പിലോട്ടും ജോയിൻ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, എന്താണ് അതിന്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ അതിന്റെ നെറ്റ് ചാർജ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, മാറരുത്. ഫോസ്ഫാറ്റിഡൈൽ എത്തനോളമൈനും ഫോസ്ഫാറ്റിഡൈൽ കൊളൈനും നെറ്റ് ചാർജ് ന്യൂട്രൽ പി എച്ചിൽ നെറ്റ് ചാർജ് എന്താണ്? 0 ആണ്. ഇനി അടുത്തതാണ് ഫോസ്ഫാറ്റിഡൈൽ സെറിൻ എന്ന് പറയുന്നത്. സോ അതിന്റെ ഹെഡ് ഗ്രൂപ്പ് എന്തായിരിക്കും? സെറിൻ ആണ്. അതൊരു ന്യൂട്രൽ ആയിട്ടുള്ള ആൽക്കഹോൾ ആണ്. സെറിന്റെ സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ സെറിന്റെ കേസിൽ ഒരു ന്യൂട്രൽ ആൽക്കഹോൾ ആണ്. ഓക്കെ, അതായത് ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഉള്ളതുകൊണ്ട് തന്നെ അത് ന്യൂട്രലൈസ് ചെയ്ത് ഈക്വലൈസ് ചെയ്ത് പോകും. സോ അതിന്റെ സെറിന്റെ ചാർജ്, ഓക്കെ, സെറിന്റെ ചാർജ് ആണ് പറഞ്ഞത് എന്ത്? ന്യൂട്രൽ ആണ്. അതിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല. സോ നമ്മുടെ ഫോസ്ഫാറ്റിഡൈൽ സെറിന്റെ ചാർജ് എങ്ങനെയായിരിക്കും ന്യൂട്രൽ പി എച്ചില്? ഫോസ്ഫാറ്റിഡൈൽ സെറിന്റെ നെറ്റ് ചാർജ് ന്യൂട്രൽ പി എച്ചിൽ എന്തായിരിക്കും? എന്താണ്? നെഗറ്റീവ് ആണ് അല്ലെ? ഓക്കെ, കൺസെപ്റ്റ് പിടികിട്ടിയെന്ന് മനസ്സിലായി. എന്താണ്? നെഗറ്റീവ് ആയിരിക്കും. കാരണം എന്തുകൊണ്ടാ? ഇത് ന്യൂട്രൽ ആയിട്ടുള്ള ആൽക്കഹോൾ ആണ്, ഇതിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല. പക്ഷെ ഇവിടെ എന്തുണ്ട്? ഫോസ്ഫേറ്റിന് ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. സോ അതിന്റെ നെറ്റ് ചാർജ് ഓവറോൾ ഫോസ്ഫാറ്റിഡൈൽ സെറിന്റെ നെറ്റ് ചാർജ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇനി അടുത്ത നമ്മുടെ ഫോസ്ഫോഗ്ലിസറൈഡ് ആണ് ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോൾ PI എന്ന് പറയുന്നത്. ഇനോസിറ്റോൾ ആണ് അതിന്റെ ഹെഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതൊരു ഷുഗർ ഡെറിവേറ്റീവ് ആണ്, അതുപോലെ തന്നെ ഒരു ന്യൂട്രൽ ആൽക്കഹോളും കൂടിയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ നെറ്റ് ചാർജ് എന്തായിരിക്കും? ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോളിന്റെ നെറ്റ് ചാർജ് ന്യൂട്രൽ പി എച്ചിലെ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും അല്ലെ? ഓക്കെ, അപ്പോ എന്താണ്? കാരണം എന്താ? ഇതിന് പ്രത്യേകിച്ച് ഹെഡ് ഗ്രൂപ്പിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല. സോ ഓവറോൾ ചാർജ് നോക്കുമ്പോൾ ഈ ഫോസ്ഫേറ്റിന്റെ ഒരു നെഗറ്റീവ് ചാർജും കൂടി വരും. സോ ടോട്ടൽ എന്താണ്? ഒരു നെറ്റ് ചാർജ് നെഗറ്റീവ് ആയിരിക്കും ന്യൂട്രൽ പി എച്ചില്. ഇനി ഇവിടെ ഇനോസിറ്റോളിന്റെ ഹെഡ് ഗ്രൂപ്പിലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറെ OH ഗ്രൂപ്പുകൾ കാണാം അല്ലെ? ഈ OH ഗ്രൂപ്പിനെയൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്തുകൊണ്ട് ഫോസ്ഫേറ്റുകൾ വന്ന് ജോയിൻ ചെയ്യുന്ന കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള മോളിക്യൂൾസിനെയാണ്, അതായത് ഈ പറയുന്ന ഇനോസിറ്റോളിന്റെ OHന് മോഡിഫൈ ചെയ്തിട്ട് ഫോസ്ഫേറ്റ് വന്നു കഴിഞ്ഞാൽ ആ സ്ട്രക്ചേഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഫോസ്ഫോഗ്ലിസറൈഡ്സിന്റെ PPT ആണ് കാണുന്നത്. സ്ലൈഡ് മാറുന്നില്ല. ഇപ്പോ അതിന്റെ ടേബിള്, ഇപ്പൊ അതിന്റെ സ്ട്രക്ചറിന്റെ കാര്യമാണ് പറയുന്നത്. ഫോസ്ഫോഗ്ലിസറൈഡ്സ് ആണ് ഫസ്റ്റ്. ഓക്കെ. സോ ഇതിന്റെ OH ഗ്രൂപ്പുകൾ മാറിയിട്ട് ഫോസ്ഫേറ്റുകൾ വന്നാൽ ആ മോളിക്യൂൾസിനെ നമ്മൾ എന്താ പറയാ? ഫോസ്ഫോ ഈനോസിറ്റൈഡ്സ് എന്നാണ് പറയാ. ഓക്കെ, ഫോസ്ഫോ ഈനോസിറ്റൈഡ്സ്. ഓക്കെ, ഓർത്തിരിക്കുക. ഈനോസിറ്റൈഡ് ഹെഡ് ഗ്രൂപ്പിലെ OH ഗ്രൂപ്പിനെ, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് ഫോസ്ഫേറ്റ് ഗ്രൂപ്പുകൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ സ്ട്രക്ചറിന്, ആ മോളിക്യൂളിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഫോസ്ഫോ ഈനോസിറ്റൈഡ്സ്. ഓക്കെ, ഫോസ്ഫോ ഈനോസിറ്റൈഡ്സ്. ഈ ഫോസ്ഫോ ഈനോസിറ്റൈഡ്സ് നമ്മുടെ സിഗ്നലിംഗിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ്. സോ അതൊന്ന് ഓർത്തിരിക്കാം. ഇനി നമ്മള് ഹെഡ് ഗ്രൂപ്പിനെ കുറിച്ചിട്ട് പറഞ്ഞു. ഇനി നമ്മള് ഫാറ്റി ആസിഡ്, ഹെഡ് ഗ്രൂപ്പ് മാത്രമല്ല ഫാറ്റി ആസിഡ് ചെയിനും കൂടി ജോയിൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ഈ ഫാറ്റി ആസിഡിന്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. നമ്മുടെ IP3 ഡാഗ് പാത്വേയിലെ PIP2 എല്ലാം പറഞ്ഞിട്ട് ഫോസ്ഫോ ഇനോസിറ്റൈഡ്. സോ അതിൽ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ഫോസ്ഫോ ഇനോസിറ്റൈഡ്, സെയിം സാധനം തന്നെയാണ് എന്താ ഈ മെംബ്രെയിൻസിലോട്ട് കാണപ്പെടുന്ന എന്താ ഫോസ്ഫേറ്റിലെ എങ്ങനെയാണ് ഫോസ്ഫോ ഇനോസിറ്റൈഡ്സ് അതിലോട്ട് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായല്ലോ. അതിന്റെ 3rd പൊസിഷനിലോട്ട്, അതുപോലെ തന്നെ 4th പൊസിഷനിലോട്ട് 4,5P2 5P2 ഒക്കെ നമ്മൾ PI45P2 ഇതൊക്കെ പഠിച്ചിട്ടില്ലേ? സോ അത് തന്നെയാണ് ഇവിടെ ഫോസ്ഫോയിനോസിറ്റൈഡ് പാത്വേ തന്നെയാണ്. അതിലെ ഫോസ്ഫോയിനോസിറ്റൈഡ് തന്നെയാണ് ഇത്. ഓക്കെ, സോ
ഇനി നമ്മൾ ഫാറ്റി അസൈൽ ചെയിൻസ് എന്താണ്? ആംഫിഫിലിക് ആണ്. അതായത് അതിന് ഫാറ്റി അസൈൽ ചെയിൻസിന്റെ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഒരു ലോങ് ആയിട്ടുള്ള ഒരു ഹൈഡ്രോ കാർബൺ, ഒരു ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഒരു ലോങ് ഹൈഡ്രോ കാർബൺ ടെയിൽ ഉണ്ടാവും. പിന്നെ ഈ ഒരു എൻഡിൽ എന്തുണ്ട്? കാർബോക്സിൽ ഗ്രൂപ്പ്, ഓക്കെ, COOH, ഓക്കെ, അതിന്റെ OHും ഈ പറയുന്ന ഫസ്റ്റ് കാർബണിന്റെ എച്ചും കൂടിയാണ് അവിടെ എസ്റ്റർ ബോണ്ട് ഫോർമേഷനിൽ ഇൻവോൾവ് ചെയ്യുന്നത്. സോ ഒരു ഫാറ്റി അസൈൽ ചെയിൻ എന്ന് പറയുന്നത് ആംഫിഫിലിക് ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ്. അതിന് ലോങ് ആയിട്ടുള്ള ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ പാർട്ടും ഉണ്ട്, ഒരു ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള കാർബോക്സിലൻറ്റും ചേർന്നതാണ് ഫാറ്റി അസൈൽ ചെയിൻസ് എന്ന് പറയുന്നത്. യൂഷ്വലി ഈ പറയുന്ന കാർബണിന്റെ നമ്പർ, ഫാറ്റി അസൈലിൽ കാണുന്ന കാർബണിന്റെ നമ്പർ വേരി ചെയ്യാം. കോമൺലി നമ്മളെ മെംബ്രെയിൻസിനകത്ത് കാണപ്പെടുന്ന 16 or 18 കാർബൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫാറ്റി അസൈൽ ചെയിനുകളാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന് ഈ കാർബണുകൾക്കിടയിലുള്ള ബോണ്ടുകൾ, അതായത് ഡബിൾ ബോണ്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ അതിനെ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്നാണ് പറയാ. അതായത് ലാക്കിംഗ് ഡബിൾ ബോണ്ട്സ്, സിംഗിൾ ബോണ്ട് മാത്രമായിരിക്കും ഉണ്ടാവുക. ഇനി ഡബിൾ ബോണ്ട്സുകൾ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്നാണ് പറയാ. അൺസാച്ചുറേറ്റഡ് തന്നെ മോണോ അൺസാച്ചുറേറ്റഡ് ഉണ്ട്, അതായത് ഒരു ഡബിൾ ബോണ്ട് മാത്രമാണ് ഉള്ളതെങ്കിൽ അത്തരത്തിലുള്ള ഫാറ്റി ആസിഡിനെ നമ്മൾ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറയും. ഇനി ഒന്നിൽ കൂടുതൽ ഡബിൾ ബോണ്ട്സ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറയും. ഓക്കെ, അപ്പൊ സാച്ചുറേറ്റഡ് ആൻഡ് സാച്ചുറേറ്റഡ് ആണെങ്കിൽ നോ ഡബിൾ ബോണ്ട്സ് ബിറ്റ്വീൻ ദ കാർബൺ മോളിക്യൂൾസ്. ഇനി കാർബണിനിടയിൽ ഡബിൾ ബോണ്ട്സ് പ്രസന്റ് ആണെങ്കിൽ അതാണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ. അത് മോണോ അൺസാച്ചുറേറ്റഡും ഉണ്ട്, പോളി അൺസാച്ചുറേറ്റഡും ഉണ്ട്. സോ നമ്മളൊരു മെംബ്രെയിൻസിന്റെ കേസ് എടുത്ത് നോക്കുവാണെങ്കിൽ, ഇപ്പൊ ഇവിടെ നിങ്ങൾ ഫോസ്ഫോഗ്ലിസറൈഡ്സിന്റെ കേസ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് കാർബണിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന എന്താണ്? ഒരു അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള, ഒരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി അസൈൽ ചെയിൻ ആണ്. ഓക്കെ, ഇവിടെ ഇതൊക്കെയാണ് ഈ പോയിന്റ് എന്ന് പറയുന്ന കാർബണെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഈ പോയിന്റ്, ഈ കാർബൺ ഇടയിൽ എവിടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? ഡബിൾ ബോണ്ട്സ് കാണാൻ വേണ്ടി പറ്റില്ല. ഇത് C ഡബിൾ ബോണ്ട് O ആണ്, C അല്ല. കാർബൺ അടിയിലുള്ള ഡബിൾ ബോണ്ട്സുകളില്ല. സോ അതുകൊണ്ട് തന്നെ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ് ആണ്. മറ്റൊരു ഫാറ്റി അസൈൽ ചെയിൻ എന്ന് പറയുന്നതിൽ സെക്കൻഡ് കാർബണിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതിൽ നമുക്ക് ഒരു ഡബിൾ ബോണ്ട് കാണാൻ വേണ്ടി പറ്റും. സോ അത് അൺസാച്ചുറേറ്റഡ് ആണ്. സോ മെജോറിറ്റി കേസസിലും ഈ പറയുന്ന ഫോസ്ഫോഗ്ലിസറൈഡ്സിനകത്ത് അറ്റാച്ച് ചെയ്യുന്ന ഫാറ്റി അസൈൽ ചെയിനിൽ ഒരെണ്ണം സാച്ചുറേറ്റഡ് ആയിരിക്കും, ഒരെണ്ണം എന്തായിരിക്കും? അൺസാച്ചുറേറ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ നമ്മുടെ ഫിഷ് ഓയിലിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഹയർ കോൺസെൻട്രേഷൻസ് ഓഫ് ഫാറ്റി ആസിഡ് ആയിട്ടുള്ള നമ്മുടെ EPHA, അതുപോലെ തന്നെ DHA പോലുള്ള ഫാറ്റി ആസിഡ്സ് കാണാൻ വേണ്ടി പറ്റും. അതിൽ EPAയിൽ 5 ഡബിൾ ബോണ്ടുകൾ ഉണ്ട്, DHAയിലാണെങ്കിൽ 6 ഡബിൾ ബോണ്ടുകളാണ് ഉള്ളത്. ഇത് ഈ EPA, DHA പോലുള്ള ഫാറ്റി അസൈൽ ചെയിനുകൾ നമ്മുടെ ഫോസ്ഫാറ്റിഡൈൽ എത്തനോൾ അമൈൻ ഫോസ്ഫാറ്റിഡൈൽ കോളൈൻ മോളിക്യൂൾസിലോട്ടൊക്കെയാണ് ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. അത് മെയിൻലി നമ്മുടെ ബ്രെയിനിലും റെറ്റിനയിലും ഒക്കെ ഉള്ള മെംബ്രെയിൻസിനകത്ത് കാണപ്പെടുന്ന ഫോസ്ഫാറ്റിഡൈൽ എത്തനോൾ അമൈൻ കോളൈൻ ഒക്കെ നോക്കുകയാണെങ്കിൽ അവരുടെ ഫാറ്റി അസൈൽ ചെയിൻ എന്ന് പറയുന്നത് EPAയും DHAയും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തിരിക്കാം. ഇനി നമ്മൾ ഇതിൽ വരുന്ന കുറച്ച് ടേമുകളാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഫോസ്ഫാറ്റിഡിക് ആസിഡ് എന്ന് പറയുന്നത്. ഫോസ്ഫാറ്റിഡിക് ആസിഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലിസറോൾ 3 ഫോസ്ഫേറ്റും 2 ഫാറ്റി ആസിഡും കൂടി ചേർന്ന ആ ഒരു മോളിക്യൂളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോസ്ഫാറ്റിഡിക് ആസിഡ് എന്ന് പറയുന്നത്. അതായത് ഹെഡ് ഗ്രൂപ്പ് ഇല്ലാതെ എന്താ ഗ്ലിസറോൾ 3 ഫോസ്ഫേറ്റും പ്ലസ് 2 ഫാറ്റി ആസിഡും കൂടി ചേർന്നതാണ് എന്ത്? ഫോസ്ഫാറ്റിഡിക് ആസിഡ്. ഷോർട്ടായിട്ട് നമ്മൾ PA എന്നാണ് പറയാം. സോ ഫോസ്ഫാറ്റിഡിക് ആസിഡ് ഓർത്തിരിക്കാൻ മാറിപ്പോകരുത്. ഫോസ്ഫാറ്റിഡിക് ആസിഡ് ആണെങ്കിൽ നോ ഹെഡ് ഗ്രൂപ്പ്, ബാക്കി എല്ലാ പാർട്ടും ഉണ്ട്. ഗ്ലിസറോൾ 3 ഫോസ്ഫേറ്റ് ഉണ്ട്, 2 ഫാറ്റി ആസിഡ് ഉണ്ട്, അതായത് ഗ്ലിസറോൾ ഉണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട്, 2 ഫാറ്റി ആസിഡ് ഉണ്ട്, ബട്ട് നോ ഹെഡ് ഗ്രൂപ്പ്. ഓക്കെ, ഹെഡ് ഗ്രൂപ്പ് ഇല്ലാത്ത ഒരു സ്ട്രക്ചർ ആണ് എന്ത്? ഫോസ്ഫാറ്റിഡിക് ആസിഡ് എന്ന് പറയുന്നത്. ഇനി ലൈസോഫോസ്ഫോലിപ്പിഡ് ഉണ്ട്. ലൈസോഫോസ്ഫോലിപ്പിഡ് ആണെങ്കിൽ ലിപ്പിഡ് വിത്ത് സിംഗിൾ ഫാറ്റി ആസിഡ് ടെയിൽ, അതായത് അതിന് ഗ്ലിസറോൾ 3 ഫോസ്ഫേറ്റ് ഉണ്ടായിരിക്കും, ഹെഡ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, ഒരു ഫാറ്റി ആസിഡ് ടെയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, 2 ഫാറ്റി ആസിഡ് ടെയിൽ ഉണ്ടായിരിക്കത്തില്ല, ഒരു ഫാറ്റി ആസിഡ് ടെയിൽ ആണ് ഉണ്ടാവുക. അത് ഓർക്കുക, സിംഗിൾ ഫാറ്റി ആസിഡ് ടെയിൽ ആയിരിക്കും ഉണ്ടാവുക.
അത് യൂഷ്വലി ഫോസ്ഫോലിപ്പേസ് എന്ന് പറയുന്ന എൻസൈമുകൾ, നിങ്ങൾ ഫോസ്ഫോലിപ്പേസ് എൻസൈമുകൾ കേട്ടിട്ടുണ്ടാവും സിഗ്നലിംഗിൽ. അതുപോലുള്ള ഫോസ്ഫോലിപ്പേസ് എൻസൈം, നമ്മൾ ഫോസ്ഫോലിപ്പേസ് സീനെ കേട്ടിട്ടുണ്ട്. സി മാത്രമല്ല, ഫോസ്ഫോലിപ്പേസ് സി, ടി ഒക്കെ ഉണ്ട്, ഫോസ്ഫോലിപ്പേസ് എ ഒക്കെ ഉണ്ട്. സോ ഈ ഫോസ്ഫോലിപ്പേസിന്റെ ആക്ഷൻ വഴിയാണ്, ഫോസ്ഫോഗ്ലിസറൈഡ്സിൽ ആക്ട് ചെയ്യുന്നത് വഴിയാണ് അവരെന്ത് ചെയ്യും, ഈ പറയുന്ന അസൈൽ ഗ്രൂപ്പിന് എന്ത് ചെയ്യും, ക്ലീവ് ചെയ്ത് കളയും. അപ്പൊ ഈ ഫോസ്ഫോലിപ്പേസിന്റെ ആക്ഷൻ വഴിയാണ് നമ്മുടെ ലൈസോ ഫോസ്ഫോലിപ്പിഡ്സ് എന്ത് ചെയ്യുന്നത്, ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അതും കൂടി ഒന്ന് ഓർത്തിരിക്കാം. ഫോസ്ഫാറ്റിക് ആസിഡ് ആണെങ്കിൽ ഗ്ലിസറോൾ 3 ഫോസ്ഫേറ്റ് പ്ലസ് 2 ഫാറ്റി ആസിഡ്. ലൈസോഫോസ്ഫോലിപ്പിഡ്സ് ആണെങ്കിൽ ഗ്ലിസറോൾ 3 ഫോസ്ഫേറ്റ് ഹെഡ് ഗ്രൂപ്പ് പ്ലസ് 1 ഫാറ്റി ആസിഡ്. ഇനി അടുത്തൊരു ടേം ആണ് പ്ലാസ്മാലോജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്ലാസ്മാലോജൻസ് അല്ലെങ്കിൽ നമ്മൾ അതിനെ ഈതർ ലിപ്പിഡ് എന്ന് പറയും. ഓക്കെ, അത് പ്ലാസ്മാലോജന്റെ സ്ട്രക്ചർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് എന്താ, ഫോസ്ഫോഗ്ലിസറോയിഡും ആയിട്ട് വലിയ വ്യത്യാസമൊന്നും കാണാനില്ല അല്ലെ. ഒരു ഗ്ലിസറോൾ 3 ഫോസ്ഫേറ്റ് ഉണ്ട്. ഇവിടെ ഗ്ലിസറോള് ഫസ്റ്റ് 1 2 3 നമ്പർ 8 ഉള്ള ഗ്ലിസറോള് കാണാം. അതിലോട്ട് ഒരു ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഹെഡ് ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത് സെക്കൻഡ് കാർബണിലോട്ട്, ഗ്ലിസറോളിന്റെ സെക്കൻഡ് കാർബണിലോട്ട് എന്താണ്, ഒരു ഫാറ്റി ആസിഡ് എസ്റ്റർ ബോണ്ട് വഴി തന്നെയാണ് ലിങ്കേറ്റ് ഉണ്ടാവുക. ഓക്കെ, സെക്കൻഡ് കാർബണിലോട്ട് ഒരു ഫാറ്റി ആസിഡ് എന്ത് ചെയ്യും, ഫാറ്റി അസൈൽ ചെയിന് എസ്റ്റർ ബോണ്ട് വഴി അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ബട്ട് ഗ്ലിസറോളിന്റെ ഫസ്റ്റ് കാർബണിലോട്ട്, ഓക്കെ, ഫസ്റ്റ് കാർബണിലോട്ട് അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് കാർബണിലോട്ട് എന്താണ്, ഒരു ലോങ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ചെയിൻ ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അത് ത്രൂ ഈതർ ലിങ്കേജ്. ഓക്കെ, എസ്റ്റർ ലിങ്കേജ് അല്ല ഉള്ളത്, ഈതർ ലിങ്കേജ് ആണുള്ളത്. അവിടെ ഒരു ലോങ് ഹൈഡ്രോ കാർബൺ ചെയിൻ ആണുള്ളത്. അവിടെ ഈതർ ലിങ്കേജ് ആണ് ഫോം ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇവരെ ഈതർ ലിപ്പിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സെക്കൻഡ് കാർബൺ സെയിം തന്നെയാണ്, എസ്റ്റർ ബോണ്ട് ഉണ്ട്. ബട്ട് ഫസ്റ്റ് കാർബണിലോട്ട് എന്താണ്, ഈതർ ബോണ്ട് ആണ് ഇൻസ്റ്റെഡ് ഓഫ് എസ്റ്റർ ലിങ്കേജ്. ഓക്കെ, നമ്മുടെ ബ്രെയിൻസിലും ഹാർട്ട് മസിൽസിലും ഒക്കെ ടിഷ്യൂസിലൊക്കെ വളരെ അബണ്ടന്റ് ആയിട്ട് കാണുന്ന ഒരു ലിപ്പിഡ് മോളിക്യൂൾ ആണ് എന്ത്, പ്ലാസ്മാലോജൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കാം. ഡിഫറൻസ് ഓർക്കണം, മറന്നു പോകരുത്, മാറിപ്പോകരുത്. ഫോസ്ഫോഗ്ലിസറൈഡ്സിലാണെങ്കിൽ എല്ലാത്തിലും എസ്റ്റർ ബോണ്ട് തന്നെയാണ്. പ്ലാസ്മാലോജന്റെ കേസിലാണെങ്കിൽ ഫസ്റ്റ് കാർബണിലോട്ടുള്ളത് ഈതർ ലിങ്കേജ് ആണ് എന്നുള്ളത് ഓർക്കുക. ബാക്കിയൊക്കെ എസ്റ്റർ ലിങ്കേജ് തന്നെയാണ് വരുന്നത്. സോ അതാണ് പ്ലാസ്മാലോജൻസ്. ഇനി അടുത്തതാണ് ഡൈ ഒലിയൈൽ ഫോസ്ഫാറ്റിഡിക് ആസിഡ് എന്ന് പറയുന്നത്. ഡൈ ഒലിയൈൽ ഫോസ്ഫാറ്റിഡിക് ആസിഡ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ, അതായത് രണ്ട് ഫോസ്ഫാറ്റിഡിക് ആസിഡിലോട്ട് രണ്ട് ഫോസ്ഫാറ്റിഡിക് ആസിഡിൽ നമ്മളെ ഈ ഒരു ബാക്ക് ബോൺ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഉള്ള ഫാറ്റി അസൈൽ ചെയിൻ എന്ന് പറയുന്നത് ഒലിയൈൽ ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, രണ്ടും എന്തായിരിക്കും, ഒലിയൈൽ. അതിലോട്ട് വന്ന് ജോയിൻ ചെയ്യുന്ന രണ്ട് ഫാറ്റി ആസിഡും ഒലിയൈലായിരിക്കും. അതൊരു ഇതാണ്, ഫാറ്റി ആസിഡിന്റെ പേരാണ്. സോ അതിനെയാണ് ഡൈ ഒലിയൈൽ ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. പിന്നുള്ളതാണ് ഡൈ ഫോസ്ഫാറ്റിഡൈൽ ഗ്ലിസറോൾ, അല്ലെങ്കിൽ നമ്മൾ കാർഡിയോ ലിപ്പിൻസ് എന്ന് പറയും. ഡൈഫോസ്ഫാറ്റിഡൈൽ ഗ്ലിസറോൾ അല്ലെങ്കിൽ കാർഡിയോ ലിപ്പിൻസ്. ഡൈഫോസ്ഫാറ്റിഡൈൽ ഗ്ലിസറോൾ ആ പേരിൽ തന്നെ ഉണ്ട്. രണ്ട് എന്തുണ്ടാവും, ഫോസ്ഫാറ്റിഡിക് ആസിഡ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ കാണാം ഡൈഫോസ്ഫാറ്റിഡൈൽ ഗ്ലിസറോൾ അല്ലെങ്കിൽ കാർഡിയോ ലിപ്പിൻ. ഇവിടെ നമുക്ക് രണ്ട് ഫോസ്ഫാറ്റിഡിക് ആസിഡ് കാണാൻ വേണ്ടി പറ്റും. അതായത് ഫോസ്ഫാറ്റിഡിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഗ്ലിസറോൾ ഉണ്ടായിരിക്കും, ഫോസ്ഫേറ്റ്, അതിലോട്ട് നമ്മുടെ ഫാറ്റി അസൈൽ ചെയിൻ, അതേപോലെ മറ്റൊരു ഫോസ്ഫാറ്റിഡിക് ആസിഡും കൂടി കാണാം. ഈ രണ്ട് ഫോസ്ഫാറ്റിഡിക് ആസിഡിലോട്ടും ചേർന്നിട്ട് എന്താ, മൂന്നാമതൊരു ഗ്ലിസറോൾ വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അതായത് ഇവരുടെ ഹെഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഗ്ലിസറോൾ ആണ്. സോ ഇവിടെ രണ്ട് ഫോസ്ഫാറ്റിഡിക് ആസിഡിലോട്ട് പ്ലസ് ഗ്ലിസറോൾ ഉണ്ടെങ്കിൽ ആ സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ കാർഡിയോ ലിപ്പിൻ അല്ലെങ്കിൽ ഡൈഫോസ്ഫാറ്റിഡൈൽ ഗ്ലിസറോൾ എന്ന് പറയുന്നത്. മാറിപ്പോരുത്, രണ്ട് ഫോസ്ഫാറ്റിഡിക് ആസിഡ് പ്ലസ് ഗ്ലിസറോൾ ആണ്. ഓക്കെ,
പിന്നെ ഈ പറയുന്ന ഡൈഫോസ്ഫാറ്റിഡൈൽ ഗ്ലിസറോൾ എന്ന് പറയുന്നത് കോമൺലി നമ്മുടെ ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻസിനകത്താണ് കാണപ്പെടുന്നത്. അത് മെയിൻലി അതിന്റെ മൈറ്റോകോൺഡ്രിയയുടെ ഫംഗ്ഷനിങ്ങിനും സ്ട്രക്ചറിങ്ങിനും ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനിലും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ആക്ടിവിറ്റീസിലും ഒക്കെ ഇതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. ഓക്കെ, ഡൈഫോസ്ഫാറ്റിഡൈൽ ഗ്ലിസറോൾ. ഇനി അവിടെ പറയാനുള്ളതാണ് ട്രൈ അസൈൽ ഗ്ലിസറോൾ എന്ന് പറയുന്നത്. ട്രൈ അസൈൽ ഗ്ലിസറോൾ എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു നോൺ പോളാർ ആയിട്ടുള്ള ലിപ്പിഡ് ആണ്. അതായത് ഗ്ലിസറോള് പ്ലസ് 3 ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ പ്ലസ് 3 ഫാറ്റി ആസിഡ് ആണ് ട്രൈഅസൈൽ ഗ്ലിസറോൾ എന്ന് പറയുന്നത്. ഒരു നോൺ പോളാർ ആയിട്ടുള്ള ലിപ്പിഡ് ആണ്. അതിനൊരു ഹൈഡ്രോഫോബിക് പാർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനൊരു പോളാർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള പാർട്ട് ഇല്ല. കാരണം ഗ്ലിസറോള് അതിലോട്ട് അറ്റാച്ച് ചെയ്യുന്ന 3 കാർബണിലോട്ടും ഓരോരോ ഫാറ്റി ആസിഡ് വന്ന് അറ്റാച്ച് ചെയ്യും. അതും എന്താണ്, പിന്നെ അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹൈഡ്രോഫോബിക് ആണ്. അതിനൊരു ഹൈഡ്രോഫിലിക് പാർട്ട് അല്ലെങ്കിൽ പോളാർ എൻഡ് ഇല്ല. സോ അതുകൊണ്ട് തന്നെ ട്രൈഅസൈൽ ഗ്ലിസറോൾ എന്ന് പറയുന്ന ഒരു നോൺ പോളാർ ആയിട്ടുള്ള ലിപ്പിഡ് മോയിറ്റി ആണ്. സോ അത്രയാണ് എന്ത് നമ്മുടെ ഫോസ്ഫോ ഗ്ലിസറൈഡ്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഫോസ്ഫോഗ്ലിസറൈഡ്സ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോസ്ഫോലിപ്പിഡ് ആണ്. ഫോസ്ഫോഗ്ലിസറൈഡ്സിന്റെ സ്ട്രക്ചർ ഓർത്തിരിക്കുക. ഗ്ലിസറോൾ 3 ഫോസ്ഫേറ്റ് ഉണ്ടായിരിക്കും, 2 ഫാറ്റി ആസിഡ് ചെയിന്, പിന്നെ ഒരു ഹെഡ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ആ ഹെഡ് ഗ്രൂപ്പ് എത്തനോളമൈൻ ആവാം, കൊളൈൻ ആവാം, ഇനോസിറ്റോൾ ആവാം, അല്ലെങ്കിൽ സെറിൻ ആവാം. സോ അത് വെച്ചിട്ട് 4 ടൈപ്സ്: ഫോസ്ഫാറ്റിഡൈൽ എത്തനോളമൈൻ, ഫോസ്ഫാറ്റിഡൈൽ കൊളൈൻ, ഫോസ്ഫാറ്റിഡൈൽ സെറിൻ ആൻഡ് ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോള്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായത് ഫാറ്റി അസൈൽ ചെയിൻസിന്റെ കേസാണ്. സാച്ചുറേറ്റഡ് ആവാം, അൺസാച്ചുറേറ്റഡ് ആയിരിക്കാം, ഡബിൾ ബോൺസ് പ്രസന്റ് ഓർ ആബ്സെന്റ് വെച്ചിട്ടാണ്. സോ അത്രയാണ്. പിന്നെ ടേമുകൾ പ്ലാസ്മാലോജൻസ്, ട്രൈഅസൈൽ ഗ്ലിസറോള്, ഡൈഫോസ്ഫാറ്റിഡിക് ആസിഡ്, ലൈസോഫോസ്ഫോലിപ്പിഡ്സ്, ഇതൊക്കെയാണ് നമ്മൾ അതിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫോസ്ഫാറ്റിഡിക് ആസിഡ് ഇതുപോലുള്ള ടേമുകൾ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഫോസ്ഫോഗ്ലിസറൈഡ്സ് ഓക്കെ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. നമുക്ക് നെക്സ്റ്റ് ഇതിലോട്ട് പോവാം. നെക്സ്റ്റ് പാർട്ടിലോട്ട് പോവാം. ഓക്കെ അല്ലേ? ഓക്കെ, ഒരാൾക്ക് മാത്രമാണ് ഓക്കെ ആയത്, ബാക്കി എല്ലാവർക്കും ഒന്നും മനസ്സിലായില്ല. ഓക്കെ, നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. സോ പറഞ്ഞുതരാം. മനസ്സിലായില്ലെങ്കിൽ ചോദിക്കുക, റിപ്പീറ്റ് ചെയ്ത് തരാം. സോ നമുക്ക് എന്താ സ്ഫിൻജോലിപ്പിഡ്സിലോട്ട് പോവാം. നമ്മുടെ മറ്റൊരു ക്ലാസ് ഓഫ് മെംബ്രെയിൻ ലിപ്പിഡ് ആണ് സ്ഫിൻജോലിപ്പിഡ്സ് എന്ന് പറയുന്നത്. ലെസ് അബണ്ടന്റ് ആയിട്ടാണ് മെംബ്രെയിൻസിൽ കാണപ്പെടുന്നത്. അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സ്ഫിൻജോസീൻ. ഓക്കെ, സ്ഫിൻജോസീൻ ആണ് ഈ പറയുന്ന സ്ഫിൻജോലിപ്പിഡ്സിന്റെ ഡെറിവേറ്റീവ്സ് അല്ലെങ്കിൽ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. സ്ഫിൻജോസീൻ എന്ന് പറയുന്നത് ഒരു 18 കാർബൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള, ഇവിടെ കാണാൻ നിങ്ങൾക്ക് എന്താ ഒരു നമ്മുടെ പിങ്ക് കളറിൽ മാർക്ക് ചെയ്തിട്ട് സ്ഫിൻജോസീൻ ഒരു 18 കാർബൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരു അമിനോ ആൽക്കഹോൾ ആണ്. ഓക്കെ, 18 കാർബൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരു അമിനോ ആൽക്കഹോൾ ആണ് എന്ത് നമ്മുടെ സ്ഫിൻജോസീൻ എന്ന് പറയുന്നത്. അതായത് അതിനൊരു OH ഗ്രൂപ്പും ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു അമിനോ ഗ്രൂപ്പും ഉണ്ടാവും. അതുകൊണ്ടാണ് അമിനോ ആൽക്കഹോൾ എന്ന് പറയുന്നത്. പിന്നെ 4th കാർബണും 5th കാർബണും ഇടയിൽ ഒരു ഡബിൾ ബോണ്ടും പ്രസന്റ് ആയിരിക്കും. ഓക്കെ, സോ 18 കാർബൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്. ഇനി സ്ഫിൻജോസീനിന്റെ സ്ഫിൻജോസീനിലോട്ട് സബ്സ്റ്റിറ്റ്യൂഷൻസ് വന്നിട്ടാണ് നമ്മുടെ സ്ഫിൻജോ ലിപ്പിഡ്സ് ഫോം ചെയ്യുന്നത്. സോ അതിൽ സ്ഫിൻജോസീനിന്റെ അമിനോ ഗ്രൂപ്പുമായിട്ട് നമ്മുടെ ഫാറ്റി അസൈൽ ചെയിൻസ് വന്ന് ജോയിൻ ചെയ്യുന്നത് അമൈഡ് ലിങ്കേജസ് വഴിയാണ്. ഓക്കെ, സ്ഫിൻജോസീനിലെ അമിനോ ഗ്രൂപ്പുമായിട്ട് ഫാറ്റി അസൈൽ ചെയിൻസ് അമൈഡ് ലിങ്കേജസ് വഴി ജോയിൻ ചെയ്യും. അങ്ങനെ അവിടെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഒരു NR സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെറാമൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സ്ഫിൻജോസീൻ പ്ലസ് ഫാറ്റി ആസിഡ്, ആ സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെറാമൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ഫിൻജോസീൻ പ്ലസ് ഫാറ്റി ആസിഡ്. ലിങ്കേജ് ഓർത്തിരിക്കുക, അമൈഡ് ലിങ്കേജ് ആണ് വരുന്നത്. ഇനി ഇങ്ങനെ നമ്മുടെ ഫാറ്റി ആസിഡ് വന്ന്
വന്ന് ജോയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ ഫാറ്റി ആസിഡ് സ്ഫിൻജോലിപ്പിഡ്സിൽ കാണപ്പെടുന്ന ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് ഗ്ലിസറൈഡ്സിലുള്ള ഫാറ്റി ആസിഡ്സും ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ സ്ഫിൻജോലിപ്പിഡ്സിനകത്തുള്ള ഫാറ്റി ആസിഡ് കുറച്ചുകൂടെ ലോങ്ങറും ആയിരിക്കും, അതുപോലെ തന്നെ ഹൈലി സാച്ചുറേറ്റഡും ആയിരിക്കും. ഓക്കെ, ലോങ്ങറും ആയിരിക്കും, ഹൈലി സാച്ചുറേറ്റഡും ആയിരിക്കും നമ്മുടെ സ്ഫിൻജോലിപ്പിഡ്സിനകത്ത് കാണപ്പെടുന്ന ഫാറ്റി ആസിഡ് കമ്പയർ ടു ഗ്ലിസറൈഡ്സിനകത്തുള്ള ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. ഇനി ഒരു വയലറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ളത് അതിന്റെ ഹെഡ് ഗ്രൂപ്പുകളാണ്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് സ്ഫിൻജോമൈലിൻ. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സ്ഫിൻജോമൈലിൻ. കേട്ടിട്ടുണ്ടോ സ്ഫിൻജോമൈലിനെ കുറിച്ചിട്ട്? കേട്ടിട്ടുണ്ടോ സ്ഫിൻജോമൈലിൻ? ഉണ്ടോ? വൺ ഓഫ് ദ മോസ്റ്റ് അബണ്ടന്റ് ആയിട്ടുള്ള ഒരു ഒരു സ്ഫിൻജോലിപ്പിഡ് ആണ് സ്ഫിൻജോമൈലിൻ എന്ന് പറയുന്നത്. സോ അവരുടെ കേസിൽ എന്ന് വെച്ചാൽ അവരുടെ ഹെഡ് ഗ്രൂപ്പ്, നമ്മൾ പറഞ്ഞു ഹെഡ് ഗ്രൂപ്പ് ആണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഹെഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഫോസ്ഫോ കൊളൈൻ ആണ്. ഓക്കെ, അതായത് സെറാമൈഡ് സ്ട്രക്ചേഴ്സിലോട്ട് അറ്റാച്ച് ചെയ്യുന്ന ഹെഡ് ഗ്രൂപ്പ് എന്താണ്? ഫോസ്ഫോ കൊളൈൻ ആണ്. ഓക്കെ, സെറാമൈഡിൽ തന്നെ സ്ഫിൻജോസീനിന്റെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിലോട്ടാണ്. ഓക്കെ, ഇവിടെ കാണാം സ്ഫിൻജോസീനിന്റെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിലോട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന നമ്മുടെ ഫോസ്ഫോ കൊളൈൻ. ഇതാണ് സ്ഫിൻജോമൈലിന്റെ സ്ട്രക്ചർ. ഇതാണ് ഫോസ്ഫോ കൊളൈൻ എന്ന് പറയുന്നത്. ഫോസ്ഫേറ്റ് പ്ലസ് കൊളൈൻ ആണ്. മാറിപ്പോരുത്, ഫോസ്ഫാറ്റിഡൈൽ കൊളൈൻ അല്ല, ഫോസ്ഫോ കൊളൈൻ ആണ്. ഓക്കെ, ഫോസ്ഫാറ്റിഡൈൽ കൊളൈൻ അല്ല, ഫോസ്ഫോ കൊളൈൻ ആണ്. ആ ഫോസ്ഫോ കൊളൈൻ ഈ പറയുന്ന സ്ഫിൻജോസീന്റെ ടെർമിനൽ ആയിട്ടുള്ള ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുമായിട്ട് ഇന്ററാക്ട് വന്നിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത്. സോ ആ ഇന്ത്യൻ സ്ട്രക്ചർ ആണ് നമ്മൾ സ്ഫിൻജോമൈലിൻ എന്ന് പറയുന്നത്. നമ്മുടെ ഗ്ലിസറോൾ ബാക്ക് ബോൺ ഇല്ലാത്ത മെംബ്രെയിൻസിന് കാണപ്പെടുന്ന ഓൺലി ഫോസ്ഫോലിപ്പിഡ് ആണ് സ്ഫിൻജോമൈലിൻ. ഓക്കെ, അപ്പൊ സ്ഫിൻജോമൈലിൻ എന്താണ്? ഒരു ഫോസ്ഫോലിപ്പിഡ് ആണ്. ഓർക്കുക, കാരണം എന്താണ്? അതിന് ഒരു ഫോസ്ഫേറ്റ് പ്രസന്റ് ആണല്ലോ, ഫോസ്ഫോ കൊളൈൻ ആണല്ലോ ഹെഡ് ഗ്രൂപ്പ്. സോ അതുകൊണ്ട് തന്നെ ഫോസ്ഫേറ്റ് ഉള്ളതുകൊണ്ട് സ്ഫിൻജോമൈലിൻ എന്താണ്? ഒരു ഫോസ്ഫോലിപ്പിഡ് ആണ്. ഓക്കെ, സ്ഫിൻജോമൈലിൻ ഒരു ഫോസ്ഫോലിപ്പിഡ് ആണ്. ഇനി അടുത്ത കാറ്റഗറി ആണ് ഗ്ലൈക്കോലിപ്പിഡ് അല്ലെങ്കിൽ ഗ്ലൈക്കോസ്ഫിൻജോലിപ്പിഡ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തായിരിക്കും ഗ്ലൈക്കോലിപ്പിഡ് അല്ലെങ്കിൽ ഗ്ലൈക്കോസ്ഫിൻജോലിപ്പിഡ് എന്ന് പറയുന്നത്? നമ്മുടെ നെർവസ് ടിഷ്യൂസിനകത്ത് കാണപ്പെടുന്ന വൺ ഓഫ് ദ മോസ്റ്റ് അബണ്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഫിൻജോലിപ്പിഡ് ആണ് ഗ്ലൈക്കോലിപ്പിഡ് എന്ന് പറയുന്നത്. പ്ലാസ്മ മെംബ്രെയിന്റെ ലിപ്പിഡ് കണ്ടന്റിന്റെ അറൌണ്ട് ഒരു 2 to 10% കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഈ പറയുന്ന ഗ്ലൈക്കോലിപ്പിഡുകളാണ്. എന്തായിരിക്കും ഇവരുടെ ഹെഡ് ഗ്രൂപ്പ്? എന്തായിരിക്കും? ഗ്ലൈക്കോ മീൻസ് റിലേറ്റഡ് ടു കാർബോ അല്ലെ, പെട്ടെന്ന് നമ്മൾ അങ്ങനെയല്ലേ പറയാറ്. സോ ഇവിടുത്തെ പോളാർ ഹെഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും. ഓക്കെ, കാർബോഹൈഡ്രേറ്റ് ആണ് ഇവിടുത്തെ പോളാർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഗ്ലൈക്കോലിപ്പിഡ്സ് എന്തല്ല? ഫോസ്ഫോലിപ്പിഡ് അല്ല, നോട്ട് എ ഫോസ്ഫോലിപ്പിഡ്. ഓക്കെ, അതെന്തല്ല? ഫോസ്ഫോലിപ്പിഡ് അല്ല. കാരണം ഗ്ലൈക്കോലിപ്പിഡ്സിനകത്ത് നമുക്ക് എവിടെയും ഫോസ്ഫേറ്റ് കാണാൻ വേണ്ടി പറ്റില്ല. ഒരു സ്ഫിൻജോസീൻ ഉണ്ട്, അതിലൊരു ഫാറ്റി അസൈൽ ചെയിൻ ഉണ്ട്, പിന്നെ കാർബോഹൈഡ്രേറ്റും ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ ഫോസ്ഫേറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഗ്ലൈക്കോലിപ്പിഡ് എന്തല്ല? ഫോസ്ഫോലിപ്പിഡ് അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഓൾ സ്ഫിൻജോ ലിപ്പിഡ്സ് ആർ ഫോസ്ഫോലിപ്പിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ഓക്കെ, എല്ലാ സ്ഫിൻജോലിപ്പിഡുകൾ എന്തല്ല? ഫോസ്ഫോലിപ്പിഡുകളല്ല. എക്സെപ്ഷൻ ഉണ്ട്, നമ്മുടെ ഗ്ലൈക്കോലിപ്പിഡ് എന്തല്ല? ഫോസ്ഫോലിപ്പിഡ് അല്ല. ബട്ട് സ്ഫിൻജോമൈലിൻ എന്താണ്? ഒരു ഫോസ്ഫോലിപ്പിഡ് ആണ്. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കാം. പിന്നെ നമ്മൾ ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ് മോയിറ്റി സിമ്പിൾ ആയിട്ടുള്ള ഷുഗേഴ്സ് ആണെങ്കിൽ അതിനെ നമ്മൾ സെറിബ്രോസൈഡ് എന്നാണ് പറയാം. ഇപ്പൊ ഗ്ലൂക്കോസ് ആണ് വന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഗ്ലൂക്കോസിൽ സെറിബ്രോസൈഡ് എന്ന് പറയും. ഇനി ഗാലക്ടോസ് ആണ് വന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഗാലക്ടോസിൽ സെറിബ്രോസൈഡ്. ഇവിടെ ഗാലക്ടോസിൽ സെറിബ്രോസൈഡിന്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് സെറാമൈഡിൽ നമ്മുടെ മൈലിൻ ഷീറ്റിലൊക്കെ കൂടുതലായിട്ടും കാണപ്പെടുന്ന ഒരു കോമ്പോണന്റ് മേജർ ആയിട്ടുള്ള ഒരു ഗ്ലൈക്കോലിപ്പിഡ് ആണ് ഗാലക്ടോസിൽ സെറിബ്രോസൈഡ് എന്ന് പറയുന്നത്. ഇത് സെറാമൈഡിലോട്ട് ഗാലക്ടോസ് വന്ന് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു റിയാക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്ന എൻസൈംസ് നമ്മുടെ മൈസിൽ, ഓക്കെ, മൈസിൽ ഈ പറയുന്ന റിയാക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്ന എൻസൈംസ് ലാക്കിംഗ് ആണെങ്കിൽ അത് മൈസിനകത്ത് മസ്കുലാർ ട്രിമേഴ്സ് അതുപോലെ തന്നെ ഇവൻച്വൽ പാരാലിസിസ് ഒക്കെ കോസ് ചെയ്യുന്നുണ്ട്. സോ ആ കാര്യം ഒന്ന് ഓർത്തിരിക്കാം. സോ സിമ്പിൾ ആയിട്ടുള്ള ഷുഗേഴ്സ് ആണെങ്കിൽ ആ സ്ട്രക്ചേഴ്സിന്, ആ ഗ്ലൈക്കോലിപ്പിഡ്സിന് നമ്മൾ സെറിബ്രോസൈഡ് എന്നാണ് പറയാം. ഇനി കോംപ്ലെക്സ് ആയിട്ടുള്ള ഗ്ലൈക്കോസ്ഫിൻജോലിപ്പിഡ്സ്
ലിപ്പിഡ്സിനെയാണ് നമ്മൾ ഗാംഗ്ലിയോസൈഡ്സ് എന്ന് പറയുന്നത്. ഗാംഗ്ലിയോസൈഡ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ അതാണ് നമ്മുടെ ഗാംഗ്ലിയോസൈഡ്സിന്റെ കേസിൽ ഇവിടെ നോക്കുവാണെങ്കിൽ ഗാംഗ്ലിയോസൈഡിന്റെ സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു 1 or 2 ബ്രാഞ്ചഡ് ആയിട്ടുള്ള ഒരു ഷുഗർ ചെയിൻസ് ഉണ്ടാവും ദാറ്റ് ഇൻക്ലൂഡ് സിയാലിക് ആസിഡ്. ഓക്കെ, ഒരു ക്ലസ്റ്റേഴ്സ് ഓഫ് ഷുഗേഴ്സ് ഉണ്ടാവും വിത്ത് സിയാലിക് ആസിഡ്. അതാണ് അതിന്റെ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഹ്യൂമൻസിൽ ഈ പറയുന്ന ഗാംഗ്ലിയോസൈഡ്സ് പെർട്ടിക്കുലർ ആയിട്ടുള്ള GM2 എന്ന് പറയുന്ന GM3 എന്ന് പറയുന്ന ഗാംഗ്ലിയോസൈഡ്സ് സിന്തസൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ അവർക്ക് ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ഒരുപാട് ഡിസീസുകൾ ഉണ്ടാവുന്നുണ്ട്. സിവിയർ ആയിട്ടുള്ള ജീസിയർ, ബ്ലൈൻഡ്നെസ് ഒക്കെ ക്രിയേറ്റ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഉണ്ടാവുന്ന മറ്റൊരു ഡിസീസ് കണ്ടീഷനാണ് ടൈസാക് ഡിസീസ് എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന GM2 നെർവ് സെൽസിനകത്ത് എന്ത് ചെയ്യുക, അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ GM2 ഗാംഗ്ലിയോസൈഡുകൾ നെർവ് സെൽസിനകത്ത് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുവഴി ഉണ്ടാവുന്ന ഒരു ഡിസീസ് കണ്ടീഷനാണ്, ഒരു ജനറ്റിക് ഡിസോർഡർ ആണ് എന്ത് ടൈസാക് ഡിസീസ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഫോം ചെയ്യുന്നത് നമ്മുടെ ഹെക്സോസാമിനിഡേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ ഡെഫിഷ്യൻസി കാരണമാണ്. ഈ ഹെക്സോസാമിനിഡേസ് എൻസൈമിന്റെ റോൾ എന്ന് പറയുന്നത് നമ്മുടെ GM2ന്റെ ബ്രേക്ക് ഡൗൺ മീഡിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതൊരു ലൈസോസോമൽ എൻസൈമാണ് GM2യുടെ ബ്രേക്ക് ഡൗൺ മീഡിയേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ ബ്രേക്ക് ഡൗൺ നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, GM2 അവിടെ അക്യുമുലേറ്റ് ചെയ്യും, അങ്ങനെ ടൈസാക് ഡിസീസിലോട്ട് കോസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഈ ഗാംഗ്ലിയോസൈഡ്സിന്റെ മറ്റൊരു റോൾ എന്ന് പറയുന്നത് റിസപ്റ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് കോളറ ടോക്സിൻ, ബോട്ടുലിൻ പോലുള്ള ടോക്സിൻസിന് വന്ന് ബൈൻഡ് ചെയ്യാനുള്ള റിസപ്റ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഗാംഗ്ലിയോസൈഡുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. സോ നോർമലി ഇതിന്റെ ഒരു ടോക്സിസിറ്റി എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എക്സോഗ്ലൈക്കോസിഡേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ട്. ആ എൻസൈം എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഈ പറയുന്ന ഗാംഗ്ലിയോസൈഡിന്റെ കാർബോഹൈഡ്രേറ്റ് പോർഷൻ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. ഓക്കെ, എക്സോഗ്ലൈക്കോസിഡേസ് എന്ന് പറയുന്ന എൻസൈം എന്ത് ചെയ്യും, ഗാംഗ്ലിയോസൈഡ്സിന്റെ കാർബോഹൈഡ്രേറ്റ് പാർട്ടിനെ റിമൂവ് ചെയ്യുന്നത് വഴി നമുക്ക് ഈ പറയുന്ന ടോക്സിൻസിന്റെ ആ ഒരു റിസപ്റ്റർ ഗാംഗ്ലിയോസൈഡിലോട്ട് വന്ന് ബൈൻഡ് ചെയ്യാനുള്ള ഒരു ബൈൻഡിങ്ങിനെ അവിടെ പ്രിവെന്റ് ചെയ്യപ്പെട്ട് ആ ആക്ഷൻ നമുക്ക് ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു എൻസൈമിന്റെ കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കാം. അത്രയാണ് നമ്മുടെ ഗാംഗ്ലിയോസൈഡ്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. സോ അത്രയാണ് നമ്മുടെ സ്ഫിൻജോലിപ്പിഡ്സിന്റെ കുറച്ച് ഫീച്ചേഴ്സ്. സോ നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഓക്കെ അല്ലേ? ഇതുവരെ ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സ്ഫിൻജോലിപ്പിഡ്സും ഗ്ലിസറൈഡ്സും ഓക്കെ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ആ ഡിസീസും ആ മ്യൂട്ടേറ്റഡ് കണ്ടീഷൻസ് ഓർത്തിരിക്കാം. ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫോസ്ഫോഗ്ലിസറൈഡ്സിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. ഓക്കെ ആണോ? ഒന്ന് ചാറ്റ് ബോക്സിൽ മെസ്സേജ് അയക്കോ. റെസ്പോൺസ് ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻസ് വായിക്കാം. 2025 ചോദിച്ച ജൂൺ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. കോളം എക്സും കോളം വൈയും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അറിയുന്ന ഫീച്ചേഴ്സ് വെച്ചിട്ട് നിങ്ങളൊന്ന് മാച്ച് ചെയ്തിട്ട് ആൻസർ എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടുക. കോളം എക്സിൽ സ്ഫിൻജോമൈലിൻ, ആർക്കിയൽ മെംബ്രെയിൻ ലിപ്പിഡ്സ്, നോൺ പോളാർ ലിപ്പിഡ്സ്, പ്ലാസ്മലോജൻസ്, സെറിബ്രോസൈറ്റ്സ്. കോളം വൈയിൽ ഗാലക്ടോസ് ലിങ്ക്ഡ് ടു സെറാമൈഡ്, ഈതർ ലിങ്ക്ഡ് ആൽക്കീൻ, ട്രൈഅസൈൽ ഗ്ലിസറോള്, ഫോസ്ഫോകൊളൈൻ ഹെഡ് ഗ്രൂപ്പ്. ഫിഫ്ത്തില് വെരി ലോങ് ബ്രാഞ്ച്ഡ് ചെയിൻ ഫാറ്റി ആസിഡ്. സോ എല്ലാവരും ആൻസർ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടുക. ക്വസ്റ്റ്യൻസ് എല്ലാവരും എന്തായിട്ടും ചെയ്യണം. ചെയ്തിട്ട് എല്ലാവരും റെസ്പോൺസ് ചാറ്റ് ബോക്സിൽ ഇടണം. എല്ലാവരും ഇടണം. എല്ലാവരും ഇട്ട ശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ മാച്ച് ചെയ്ത് നോക്കുക. ഓപ്ഷൻസിലോട്ട് പോകരുത്. അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് മാച്ച് ചെയ്യുക, എന്നിട്ട് ഓപ്ഷൻസിലോട്ട് പോവുക. എല്ലാവരും ചാറ്റ് ബോക്സിൽ ഇടുക. ഒരാൾ മാത്രമാണ് ആൻസർ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള ആൾക്കാരും കൂടി ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യാം.
നിങ്ങൾ പെട്ടെന്ന് ആൻസർ ചെയ്താൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലേറ്റ് ആവുന്നതിനനുസരിച്ചിട്ട് ഡിലേ ആവും. ഓൾറെഡി നമ്മൾ ടൈം ആയി 1 hour ആണ് പറഞ്ഞിട്ടുണ്ടായത്. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്തില്ല എന്ന് തോന്നുന്നു. ഞാൻ ആൻസർ പറയാം. റൈറ്റ് തന്നെയാണ് നിങ്ങൾ പറഞ്ഞ ആൻസർ. ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. എന്താണ് നമുക്ക് നമ്മൾ ഇതേവരെ പറഞ്ഞ കാര്യമാണ് അല്ലെ, സ്ഫിഞ്ചോമൈലിൻ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ഫിഞ്ചോമൈലിൻ ആണ്. സ്ഫിഞ്ചോമൈലിൻ എന്ന് പറയുന്നത് അതിന്റെ ഹെഡ് ഗ്രൂപ്പ് എന്താണ്, ഫോസ്ഫോകൊളൈൻ ആണ്. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നത് 4 ആണ് വരിക. പിന്നെ ആർക്കിയൽ മെംബ്രെയിൻ ലിപ്പിഡ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവിടെ വെക്കുക. ബാക്കി നോൺ പോളാർ ലിപ്പിഡ്, നോൺ പോളാർ ലിപ്പിഡ്സ് എന്ന് പറയുമ്പോൾ ഏതാ വരിക, നമ്മൾ ട്രൈ അസൈൽ ഗ്ലീസറോൾ ആണ്, നമ്മൾ പറഞ്ഞ കാര്യമാണ്. C3 ആണ് വരിക. പിന്നെ പ്ലാസ്മാലോജൻസ്, പ്ലാസ്മാലോജൻ എന്ന് പറയുന്ന ഒരു ഈതർ ലിപ്പിഡ് ആണ് അല്ലെ. സോ ഈതർ ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു ആൽക്കീൻ ആണ്. ഡി എന്താണ്, 2 ആണ് വരിക. അത് ഞാൻ മാർക്ക് ചെയ്തപ്പോൾ മാറിയിട്ടുണ്ട്, D2 ആണ് വരിക. പിന്നെ സെറിബ്രോസൈഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഗാലക്ടോസ് ലിങ്ക്ഡ് ടു സെറാമൈഡ്. ഓക്കെ, ഗാലക്ടോസ് ലിങ്ക്ഡ് ടു സെറാമൈഡ് ആണ് എന്ത്, സെറിബ്രോസൈഡ് എന്ന് പറയുന്നത്. സോ E1 ആണ് വരിക. ആർക്കിയൽ മെംബ്രെയിൻ ലിപ്പിഡ് എന്ന് പറയുന്നത് നമ്മുടെ ആർക്കിയൽ ബാക്ടീരിയയിൽ ഉള്ളതാണ് മെംബ്രെയിൻ ലിപ്പിഡ്സ്. അത് ആക്ച്വലി വെരി ലോങ് ആയിട്ടുള്ള ബ്രാഞ്ചഡ് ചെയിൻസ് ഉള്ള ഫാറ്റി അസൈൽ ചെയിൻസ് ഉള്ള സ്ട്രക്ചേഴ്സ് ആണ്. സോ നമ്മുടെ ഓപ്ഷൻ വരിക എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ് വരിക. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ, അത് നമ്മൾ ഡിസ്കസ് ചെയ്യാത്തതാണ്. ഈ ഒരു ക്വസ്റ്റ്യനും കൂടി ഒന്ന് ചെയ്യാം. When the cholera toxin gains access to the human intestinal tract, it binds tightly to specific receptors in the plasma membrane of the epithelial cells lining the small intestine, causing membrane-bound adenylate cyclase to undergo prolonged activation, resulting in extensive loss of H2O and Na+. Pre-treatment of the epithelial cells with the various phospholipases and proteases failed to inhibit binding of cholera toxin to its receptor, and the fluid loss, but the treatment with exoglycosides prior to binding significantly reduces this effect. Which of the following could be the receptors of this toxin? Phosphatidylcholine, chloride, bicarbonate exchange, ganglioside, sodium, potassium, ATPase. 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എല്ലാവരും ചാറ്റ് ബോക്സിൽ ഇടാം. പെട്ടെന്ന് ഇട്ടാൽ നമുക്ക് നല്ലതായിരുന്നു. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കുറെ ക്വസ്റ്റ്യൻ ലെങ്തി ആയിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട, നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഏതാണ് ആൻസർ, ഏതാണ്? ബാക്കിയുള്ളവരും കൂടി ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടാ പറയായിരുന്നു ആൻസർ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കുന്നതായിരിക്കും അല്ലേ. ഏതാണ് ആൻസർ? ഏതാണ് പറഞ്ഞത്? റൈറ്റ് ആൻസർ തന്നെയാണ്. എന്താണ്, സി ആണ്. എന്ത് നമ്മുടെ, അതായത് ഗാംഗ്ലിയോസൈഡ്. ഗാംഗ്ലിയോസൈഡ് നമ്മൾ പറഞ്ഞു തന്നെയാണ്. മൊത്തത്തിൽ വായിച്ചിട്ട് ഇങ്ങനെ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. അതവർ ആ എക്സ്പെരിമെന്റും കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. സിംപ്ലി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഈ മോളിക്യൂൾസിന്റെ, ഈ ടോക്സിന്റെ റിസപ്റ്റർ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ റിസപ്റ്റർ ഏതാണ്? ഗാംഗ്ലിയോസൈഡ് ആണ്. ഓക്കെ അല്ലേ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കണോ? 1 hour ആയി. ക്വസ്റ്റ്യൻസ് ഇനി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം, ഇവിടെ വെച്ച് നിർത്താം. അല്ലെങ്കിൽ ഒരു 2 ക്വസ്റ്റ്യൻസും കൂടി നോക്കിയിട്ട് വൈൻഡപ്പ് ചെയ്യാം. എന്താ വേണ്ടേ? ഒന്ന് അഭിപ്രായം പറയടോ. എന്താ ചെയ്യണ്ടേ? നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കിയാൽ മതിയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി പാർട്ടും കൂടി പറഞ്ഞിട്ട് അതിന്റെ കൂട്ടത്തിൽ ക്വസ്റ്റ്യൻസ് നോക്കാം.
ഓക്കെ, രണ്ട് ക്വസ്റ്റ്യൻസും കൂടെ നോക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും അതേ അഭിപ്രായമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് പെട്ടെന്ന് നോക്കാം. ആം, എന്താണ് ഇൻ ടൈസാക് ഡിസീസ് അക്യുമുലേഷൻ ഓഫ് ഗ്ലൈക്കോലിപ്പിഡ്സ് ഒക്കേഴ്സ് എസ്പെഷ്യലി ഇൻ നെർവ് സെൽസ്. ദീസ് സെൽസ് ആർ ഗ്രേറ്റ്ലി എൻലാർജ്ഡ് വിത്ത് സ്വollen lipid filled endosomes and the children with this disease at the very early stage. Such a condition occurs due to a specific defect in specific lysosomal enzyme that catalyzes a step in the breakdown of gangliosides, sorting of an enzyme that adds for a phosphate group at the sixth position of mannose in all acid hydrolases, one of the RAP proteins involved in the recycling of vesicles. We snare molecules which cause abnormal vesicle tethering and docking and affect vesicle fusion with the lysosomes. സോ 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എല്ലാവരും ചാറ്റ് ബോക്സിൽ ഇടുക. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വേണേൽ വായിച്ചു നോക്കുക. സിമ്പിൾ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. എല്ലാവരും പെട്ടെന്ന് ആൻസർ ചെയ്താൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനും കൂടി നോക്കാം. ഏതാണ് ആൻസർ? നിങ്ങൾ പറഞ്ഞ റൈറ്റ് ആൻസർ തന്നെയാണ്. എന്ത് ഏതന്നെയാണ് റൈറ്റ് ആൻസർ? ഏതാണ് ആ എൻസൈം, ആ ലൈസോസോമൽ എൻസൈം നമ്മൾ പറഞ്ഞ ഇപ്പൊ തൊട്ട് മുന്നേ പറഞ്ഞ എൻസൈം ഏതാണെന്ന് ഓർക്കുന്നുണ്ടോ? ഈ പറയുന്ന നമ്മുടെ ഗാംഗ്ലിയോസൈറ്റ്സിന്റെ ബ്രേക്ക് ഡൗണിൽ ഉണ്ടാവുന്ന ആ ഒരു എൻസൈമിന്റെ ഡെഫിഷ്യൻസി ഹെക്സോസാമിനിഡേസ് എ എന്ന് പറയുന്ന എൻസൈം ആണ്. ഓക്കെ, മറക്കരുത്, ഒന്നോർത്തിരിക്കാം. അപ്പോ ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് 2016 predominant interactions between phospholipids that stabilizes a biological membrane include hydrogen bonds and covalent interactions, van der Waals and ionic interactions, hydrophobic interactions and hydrogen bonding, covalent and hydrophobic interactions. ആൻസർ എല്ലാവരും ചാറ്റ് ബോക്സിൽ ഇടാം. Predominant interactions between phospholipids that stabilizes biological membranes include. Okay, answer ഓപ്ഷൻ സി ആ വരിക, ഹൈഡ്രോഫോബിക് ഇന്ററാക്ഷൻസ് ആൻഡ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഓക്കെ, അതായത് നമ്മുടെ ഫോസ്ഫോലിപ്പിഡ്സുകൾക്കിടയിൽ എപ്പോഴും ഇന്ററാക്ഷൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നോൺ കോവാലന്റ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് ആയിരിക്കും. ഓക്കെ, ഓർത്തിരിക്കുക. അതിന്റെ ഡൈനാമിക് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും അവർക്കിടയിലുള്ള ഇന്ററാക്ഷൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നോൺ കോവാലന്റ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് ആയിരിക്കും. കോവാലന്റ് ഇന്ററാക്ഷൻസ് വരില്ല. സോ ഇവിടെ തന്നിരിക്കുന്നതിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഏതൊക്കെയാണ്? ഹൈഡ്രോഫോബിക് ഇന്ററാക്ഷൻസും ഹൈഡ്രജൻ ബോണ്ടിങ്ങും വഴിയാണ് ഈ പറയുന്ന മോളിക്യൂൾസ് ഫോസ്ഫോലിപ്പിഡ്സുകൾ തമ്മിൽ പരസ്പരം എന്ത് ചെയ്തിട്ടുള്ളത്? ഇന്ററാക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോ അത് മറക്കരുത്. നോൺ കോവാലന്റ് ഇന്ററാക്ഷൻസ് ആയിട്ടുള്ള ഹൈഡ്രോഫോബിക് ഇന്ററാക്ഷൻസും ഹൈഡ്രജൻ ബോണ്ടിങ്. ഓക്കെ, സോ അത്രയാണ് നമുക്ക് ഇന്ന് മെയിൻലി നമ്മൾ മെംബ്രെയിൻസിന്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് പറഞ്ഞു. പിന്നെ നമ്മൾ മെംബ്രെയിൻസിനകത്ത് കാണുന്ന ലിപ്പിഡ്സ് ആണ്. 3 ടൈപ്സ് ഉണ്ട്: ഫോസ്ഫോഗ്ലിസറൈഡ്സ്, സ്ഫിൻജോലിപ്പിഡ്സ് ആൻഡ് സ്റ്റീറോള്. അതിൽ ഫോസ്ഫോഗ്ലിസറൈഡ്സും അതുപോലെ തന്നെ സ്റ്റീറോൾ നമ്മുടെ സ്ഫിൻജോലിപ്പിഡ്സിനെ കുറിച്ചിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും നോക്കി. ഓക്കെ, ഇതുവരെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.